ഇവരെങ്ങനെയാണെന്നറിയോ, ഇവൻ ചട്ടുകാലം മമ്മൂട്ടി, ക്യാൻസർ മമ്മൂട്ടി, ഇങ്ങനെ മമ്മൂട്ടിയോട് എന്തോ ദേഷ്യമുണ്ട് ഇവന്. അയാൾ മരിച്ചു പോകണം, അയാളുടെ കൊച്ചുമോന് ദുൽഖറിന് ക്യാൻസറാണ്, അതിൻ്റെ കൊച്ചിന് ക്യാൻസറാണ്, ഇങ്ങനത്തെ കമൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കും ഒരുത്തൻ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം ബസ്സിൽ ഇരുന്നൊരു പെങ്കൊച്ച് എന്തോ കാണിച്ചിട്ട് ഈ ആൾക്കാരെ എക്സിബിഷനിസോ അങ്ങനത്തെ കേസായിരിക്കാം, ചിലപ്പോൾ ഒരാളെ ടച്ച് ചെയ്യുന്നില്ല, അയാൾ അനുവാദം ഇല്ലാതെ കോളേജിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അവർ വേറെ എവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അവർ റേപ്പ് ഒന്നും ചെയ്യത്തില്ല. ഇത് കേരളത്തിൽ മാത്രമല്ല ഈ സംഭവം നടക്കുന്നത്, ഇനിയിപ്പോൾ അമേരിക്കയിൽ ഞാൻ ആ ന്യൂസ് മൊത്തം ഗൂഗിൾ മൊത്തം ഞാൻ സെർച്ച് ചെയ്തു. ആകെപ്പാടെ ഇംഗ്ലീഷ് ചാനലിൽ ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ, അവരത് വാർത്ത പോലും. പക്ഷേ ഇന്ത്യ കിടക്കുന്നതാണ് മൊത്തം ഇതിൻ്റെ വാർത്തയാണ്. ഇതിപ്പം തുടങ്ങിയൊന്നുമല്ല, ബസ്സുള്ള കാലം തൊട്ട് ജാക്കി സാഗർ എലിയാസ് ജാക്കിയാണ് ആദ്യത്തെ ജാക്കി. ഞാൻ വേണേ ഒരെണ്ണം കാണിക്കാം, ഒരാളൊരു മാസിക ഞാൻ കാണിച്ചു തരാം. നമ്മൾ പെണ്ണുങ്ങളെ അങ്ങനെ കാണാത്തോണ്ടാ, ശ്രദ്ധിക്കാത്തോണ്ടാ. ആൺപിള്ളേരെ പിടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ പിടിച്ചിട്ടുണ്ട് ഒരു പെണ്ണ്. അത് കണ്ടിട്ടുണ്ടായിരുന്നു. ജാസി എന്തോ തുണി നോക്കി കാണിക്കുന്നൊക്കെ ആരെയാ? ഹെലനോസ് പാട്ടെ. അല്ലാതെ എങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കും ഹെലനെ? ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്കോ? അയ്യോ, ഫ്യൂച്ചർ പ്ലാൻ മുഖ്യമന്ത്രി ആവും ഞാൻ. 2036 കേരളത്തിന്റെ മുഖ്യമന്ത്രി. 2036 അഹങ്കാരല്ല, കോൺഫിഡൻസ് ആണ്. അല്ല, അതിനെനിക്ക് പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് ചെയ്താൽ നടക്കും. ഇനി എനിക്ക് വേണം കേരളം, എനിക്ക് വേണം. സുരേഷ് ഗോപിയാ ഈ കേരളം ഞാനിങ്ങനെ എടുക്കുവാ. എനിക്ക് തൃശ്ശൂരൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ? തൃശ്ശൂർ എടുത്തിട്ട് കണ്ടില്ലേ? ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടില്ലേ പറയില്ലേ, ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്നില്ല. ഇത് കാലഘട്ടം കഴിഞ്ഞു, അങ്ങനെ പോകേണ്ട സമയമല്ല. ഇപ്പൊ ഒരിടത്ത് ഇരിക്കുക വേണ്ടത്. ഇറങ്ങിപ്പോയാൽ സമയം പോയി. നമ്മൾ ഇരിക്കുന്നിടത്ത് കാണണം, ഇതെല്ലാം കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റും, എല്ലാ മീറ്റിങ്ങും ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇയാൾ പോകരുത്. അങ്ങനെ പോയിരുന്ന സുരേഷ് ഗോപിക്ക് ഒരു ദിവസം 10 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. 10 മീറ്റിങ്ങിനകത്ത് 100,000 പേരുടെ സോൾവ് ചെയ്യാം. ഇതൊരു 5 വർഷം സമയം തരും, 3 വർഷം മതി. 3 വർഷം കൊണ്ട് ഞാൻ സിസ്റ്റം ക്ലിയർ ചെയ്യും. അതിനാണ് ഓരോ തലപ്പത്ത് ഓരോരുത്തരും ഞാൻ എഴുതിയേക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിട്ടുള്ള വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു ഇപ്പൊ ഈ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സത്യഭാമയുടെ സ്നേഹഡ് ഇഷ്യൂ. അത് കണ്ടിട്ടുണ്ടായിരുന്നു? അയ്യോ, അത് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇടാൻ പറ്റിയില്ല. എന്താ സംഭവം? സത്യഭാമയും നമ്മുടെ മണ്ടോദരി. അതെ അതെ, ഞാൻ പുള്ളിക്കാരെ എനിക്ക് പരിചയമുള്ള ആളാ, സ്നേഹനെ. ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വീട്ടിലും പോയിട്ടുണ്ട്. ഇവരുടെ ശ്രീകുമാറിനെ കണ്ട് മിണ്ടി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഈ ശ്രീകുമാർ ആണോ എന്ന് സംശയമുണ്ട് എന്നെ പലർക്കും. റിസംബ്ലൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, നീ എങ്ങനെയാ സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ. ഞാൻ സിനിമ ഫീൽഡിൽ പിന്നെ മനസ്സിലായത് ശ്രീകുമാറിനെ ഇവർ ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു സാമ്യമുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് എന്നോട് ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇവരെ ഒരു പ്രാവശ്യം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു, തൃപ്പൂണിത്തറയില്. അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചിട്ട് ഞാനിങ്ങനെ രണ്ടുപേരോട് എൻ്റെ പേരിൽ നിങ്ങളുടെ പേജിൽ തെറി വല്ലതും വരാറുണ്ടെന്ന് ചോദിച്ചു. ഉടനെ സ്നേഹം പറയാ, എൻ്റെ പൊന്നു ചേട്ടാ, ഞാനാ ഇത് കൈകാര്യം ചെയ്യുന്നത്, ഞാൻ തെറി കേട്ട് മടുത്ത. കുറേ ആൾക്കാർ ഇവനെ തെറി വിളിക്കുക ഞാനാന്ന് വിചാരിച്ച്. അത് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്ന പേജൊക്കെ പുള്ളിക്കാരി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം വേറൊരാളോട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ആള് ഭയങ്കര നല്ല അടിപൊളി പാർട്ടികൾ. ഈ മണ്ടോദരി ഏതാണ് മറ്റേ എന്താ സത്യഭാമ, അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു കച്ചറ ഉണ്ടാക്കി ഫേമസ് ആകുന്ന ഒരു സ്ത്രീയല്ലേ. അല്ലാതെ അവർക്ക് വേറെ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അവരുടെ. അവരെന്തോ ഡാൻസ് കളിക്കുവാർന്നോ, ആ ഡാൻസും ഞാൻ കണ്ടിട്ടില്ല. അവരെ അറിയാവുന്നത് ഇങ്ങനത്തെ കച്ചറ ഉണ്ടാക്കുമ്പോഴാണ്. ഓരോരുത്തരെ പറ്റി മണിയെ പറ്റിയാണ്ട് അർത്ഥമാണെന്നോ ഒക്കെ പറഞ്ഞു. ഇപ്പൊ ഇവര് തടിച്ചാന്ന് പറഞ്ഞു. ഇവരെയൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കേസ് കൊടുക്കും അല്ലേ? ഞാൻ പറയാന്ന്. അവരെയൊക്കെ അവമാനിക്കാനാണെങ്കിൽ ഇതിനപ്പുറം പറയാമല്ലോ. അവരെ ഇങ്ങനെ കാണുമ്പോ തന്നെ പറഞ്ഞു തുടങ്ങാം വേണമെങ്കിൽ. സത്യഭാമനെ കാണുമ്പോ തന്നെ എന്താ തോന്നുന്നത്? കാണുമ്പോ തന്നെ നമുക്ക് അവരുടെ പൊട്ട ആദ്യം കാണുമല്ലോ, അവിടെ തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാനുണ്ട്. ഇഷ്ടം പോലെ പറയാം അവരെ പറ്റി. പക്ഷെ ഇതൊന്നും ആരും പറയാറില്ല. അതിന് പോലും ഉള്ളതില്ലായിരിക്കും, അതായിരിക്കും ആരും പറയാത്തത്. അപ്പോൾ അവർക്ക് അതേ ഉള്ളൂ നിവർത്തി. ഇപ്പോൾ ഇതേപോലുള്ളവരെ പറ്റി എന്തെങ്കിലും പറയുക, അത് അങ്ങനത്തെ ഒരു അവസ്ഥ ജീവിക്കുമായിരിക്കും. നിവർത്തികേടെന്ന് വേണം പറയാനതൊക്കെ, അല്ലാതൊന്നുമല്ല. അല്ല ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയേണ്ട കാര്യം എന്താ? അവരെന്ത് ചെയ്തു?
ആ സ്നേഹമൊക്കെ മര്യാദയ്ക്ക് അവിടെ കോമഡിയും പറഞ്ഞ് നല്ല രസമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക. അതിനിടയിൽ ഇവരായിട്ട് എന്ത് പ്രശ്നം? ആ ഇഷ്യൂല് പുള്ളീനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. ആരെ സപ്പോർട്ട് ചെയ്തു? കലാഭവൻ അനിയനെ അങ്ങനെ അതാണോ? അതിന് 1 വർഷം കഴിഞ്ഞ മറുപടി പറഞ്ഞേക്കുന്നത് സത്യഭാമ. അങ്ങനെയാണോ സംഭവം? അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരപ്പോ പ്രതികാരം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. ആ പ്രതികാരം വെച്ചോണ്ടിരിക്കുക. അപ്പൊ കാര്യമായ പ്രശ്നമുണ്ട്. അവര് കൗൺസിലിങ്ങിന് വിധേയനാക്കും, എത്രയും പെട്ടെന്ന് വിധേയമാക്കണം സത്യഭാമനെ. പ്രായത്തിൻ്റെതായ പ്രശ്നം കാണും. പിന്നെ ഇതേപോലത്തെ ഇഷ്യൂസേ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് പ്രതികാരമൊക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. സൈക്കാട്രിക് അല്ല. ആ സൈക്കാട്രിക് ഇഷ്യൂ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? ഈ പറഞ്ഞ ആൾ വീട്ടിൽ ചെല്ലും തോക്കുമൊക്കെ ആയിട്ട്. സത്യഭാമ സ്നേഹയുടെ വീട്ടിൽ തോക്കുമായി വന്നേനെ. അത് സൈക്കാട്രിക് കണ്ടീഷൻ. അത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ 1 വർഷമൊക്കെ കഴിഞ്ഞ് പ്രതികാരം ചെയ്യാൻ വരുന്നു. അങ്ങനത്തെ അസുഖമുള്ളവരെ ഇതൊക്കെ ഒരു അസുഖമാണെന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ ആളുകൾക്ക്. അവര് അങ്ങനെ അവമാനിക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ വീഡിയോക്കകത്ത് അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. ഇവര് ശ്രദ്ധിക്കണം. അപ്പൊ അവരിനി ആവശ്യമില്ലാത്ത ഒത്തിരി പറയും. 6 Pro Max അതാ സത്യഭാമ, അത്രേ ഉള്ളൂ. അതേ കണ്ടന്റ് ആയതും ഈ സാധനം ഒരുത്തിന് ആണുങ്ങളെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സ്ത്രീത്വം അവമാനിച്ചു, അവരുടെ എന്തൊക്കെയോ അവമാനിച്ചു എന്ന് പറഞ്ഞിപ്പോൾ വന്നേ അവനെ പിടിച്ച് ജയിലിൽ വിടും. അത് 6 പേര്, അത് നിങ്ങൾക്ക് വിഷയമല്ല. അത് ആ പെണ്ണുങ്ങൾ എന്താ ഞാൻ നടത്തില്ല, ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റും പോലീസും ഒക്കെ. ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. ഈ കഴിഞ്ഞ ദിവസം അതൊക്കെ റേപ്പൊക്കെ നടക്കുന്നൊന്നും വിഷയമല്ല. സ്ത്രീകൾക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ അത് അവിടെ നടന്നോട്ടെ. നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളെ ഉപയോഗിക്കാറുള്ളൂ. വെറുതെ പൊട്ട് കളിപ്പിക്കുക ആൾക്കാരെ. തനിക്ക് ഇവിടെ സേഫ്റ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും അത്ര സേഫ് അല്ല. ആണും പെണ്ണും സേഫ് അല്ല. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ഇഷ്യൂ കിട്ടുമ്പോൾ അത് വലിയ സംഭവമാക്കി ഇതിനെ അങ്ങ് മീഡിയയിലൊക്കെ കൊണ്ടുവന്നിട്ട് എന്തോ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രഹസനങ്ങൾ, അത്രേ ഉള്ളൂ. അതിന് ജെന്യൂനിറ്റി ഇല്ല. അതാണ് ഇവിടെ നടന്നത്. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ബസ്സിൽ ഇരുന്നൊരു പെങ്കൊച്ച് എന്തോ കാണിച്ചിട്ട് അതിനുപോലെ ഇനി ഒത്തിരി വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊരു സംശയം. ഞാനിത് ആദ്യം തൊട്ട് ഈ സംഭവം ആദ്യം ആരെ ഞാൻ എതിർത്ത് സംസാരിച്ചെന്നറിയോ? ഈ ഷല്ലല്ല. അതിനു മുമ്പ് ഒരു പെങ്കൊച്ച് 2 പിള്ളേരെ ബൈക്കെ കയറ്റിയിട്ട് പുറകെ ഇരുന്ന് ചെറുക്കനെങ്ങാണ്ട് കയറി പിടിച്ചോട്ടെ എന്നാണ് ചോദിച്ചു. ആ പെങ്കൊച്ച് ഒന്ന് വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ ഇത് ശരിയല്ല ചെയ്യുന്നത്. കാരണം അതിനകത്ത് ക്ലബ് ഹൗസിലൊക്കെ ഒരു പ്രാവശ്യം ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ട് എല്ലാവരും എൻ്റെ തലവരക്കോട്ട് കയറാൻ വന്നു. ഞാൻ പിള്ളേരെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം ആ പയ്യനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ആ പയ്യനോട് പറയണം, അല്ലെങ്കിൽ പേരൻസോ ടീച്ചേഴ്സിനെ അറിയിക്കുക, അല്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ടരുത്. അപ്പൊ ചെറുത് ആളുടെ പേര് പറഞ്ഞില്ലെന്ന്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അങ്ങനെങ്കിലും ഇവർ നന്നാവട്ടെ എന്ന്. ഇല്ല, നന്നാത്തില്ല. അത് ആ ആൾക്കാർക്ക് കൂടുതൽ ഹാം ചെയ്യത്തേ ഉള്ളത്. എനിക്ക് ഇങ്ങനത്തെ എത്ര ഇൻസിഡൻസ് കണ്ടാലും ഞാനത് നേരിട്ട് എന്ന് പറയത്തില്ല. അല്ല എനിക്ക് ഇതുപോലത്തെ കഥയൊന്നും അറിയാത്ത ആളൊന്നുമല്ല. ഞാൻ ഒത്തിരി കാര്യം കാണുന്നുണ്ട് ഇവിടെ. നേരിട്ട് പറയണോ, അല്ലാതെ സോഷ്യൽ മീഡിയ പറയണം. അതൊരു പബ്ലിക്കിനെ ബാധിക്കുന്ന ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടാവൂല്ലോ ഇങ്ങനെ ചെയ്യരുതെന്ന്, പിന്നെ വീഡിയോ എടുക്കുന്ന. ഇല്ലില്ല, അതെ എന്നാന്നറിയാം, ആ കൊച്ചി ഇതിനകത്ത് കുഴപ്പമുണ്ട്. 2 പിള്ളേരാണ് ലിഫ്റ്റ് കയറിയത്. അപ്പൊ അതിനകത്ത് ഒരുത്തനറിയാം മറ്റവനായിരിക്കും ഇത് ചെയ്തേക്കുന്നതെന്ന് വീഡിയോ കാണുമ്പോൾ. അപ്പൊ ഉറപ്പായിട്ട് സ്കൂളിൽ അടിച്ചിറക്കും. ഇവനെ പറ്റിയാ പറയുന്നതെന്നറിയും. അപ്പൊ അവനത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ ചെറുക്കൻ ചിലപ്പോൾ ഈ കൊച്ചു പിള്ളേരെ പൊട്ടത്തരം പറയുമെന്ന് ഇങ്ങനെ ഒത്തിരി. അതും ഒരു 6-7 ക്ലാസ് വരെയൊക്കെ നല്ല വിഡ്ഢിത്തരം പറയാൻ ചാൻസ് ഉണ്ട്. അവരെന്തൊക്കെ പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. അവരിത് ചോദിക്കുന്ന ചിലപ്പോൾ വളരെ. ഞാൻ എന്നിട്ട് അതിനകത്തൊരു ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ 1000 പെണ്ണുങ്ങളുടെ ബൂബ്സിൽ പ്രസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടൊരു കണ്ടന്റ് കിടപ്പുണ്ട് യൂട്യൂബിൽ. ഒരു ഫോറിനേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടാണോ പിള്ളേർ പറയുന്നത് എങ്ങനെ അറിയാൻ പറ്റും? അതിന് ആ സെക്ഷൽ ഇത് കണ്ടന്റ് തന്നെ ഉണ്ടെന്ന് എന്താ ഉറപ്പ്? അവരോട് ഇത്രയല്ലേ ചോദിച്ചുള്ളൂ. അതിനകത്തൊന്നും അവരത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. 2-3 കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. അങ്ങനെ നോക്കിയാൽ അവൻ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ടാണെങ്കിലോ എന്നുള്ളൊരു ചോദ്യം, അത്രേ ഉള്ളൂ. പിന്നെ ഇനി അഥവാ അത് സെക്ഷനിലാണെന്ന് തന്നെ വിചാരിക്കുക, ആ ചെറുക്കിന് അത്രയും അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് എന്തോ അത്ര വൃത്തികേടെന്നോ കൃത്യമായിട്ട് മനസ്സിലാകത്തില്ലായിരിക്കും. ആ പ്രായത്തിൽ അവരെന്തോരം അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവരെ പിടിച്ചു നിർത്തി ആ സ്കൂളിൽ ആ കൊച്ചിന് നാണക്കേടായി, ആ കൊച്ച് പേടിച്ചിരിക്കും, പോലീസ് വരും അറസ്റ്റ് ചെയ്യുന്നൊക്കെ വിചാരിക്കും. അതൊരു ട്രോമയാണ്. എന്നാൽ ഈ പെങ്കൊച്ചിന് അത്ര ട്രോമ ഉണ്ടായിട്ടില്ല. പെങ്കൊച്ചിന് ഇത് പറയുന്നത് കണ്ടന്റായിട്ടാണ്. അവർ വന്നിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ അത് വീഡിയോയിലൊക്കെ ഇട്ട് പറയാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരിക്കലും അവർ പേടിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ അതിൽ കൂടുതൽ പിള്ളേർ പേടിക്കും. അപ്പൊ ഇതിനകത്ത് ആര് ചെയ്യുന്ന ശരി? പക്ഷെ ഒരു പെങ്കൊച്ചിനെ അങ്ങനെ കയറി പിടിക്കുമ്പോൾ പെങ്കൊച്ചിനെ പിടിച്ചിട്ടില്ല. പിടിക്കുന്ന പോലെ ആ കൊച്ചിന് എന്തോ വിവരക്കേട് പറഞ്ഞതാ. അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉള്ളൂ. അല്ലാതെ ഇത് എനിക്ക് തോന്നുന്ന പെങ്കൊച്ച് ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ഇത് കേൾക്കുന്നതെന്നല്ല. അല്ലെ പിന്നെ വേറൊന്നും കേട്ടിട്ടില്ലേ അവള് ജീവിതത്തിൽ? ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത്.
ഇവിടെ നടക്കുന്ന ഈ വാർത്ത വായിച്ചാൽ തന്നെ ഡിപ്രഷൻ അടിക്കും. ഒന്നാമത്തെ കാര്യം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കൊച്ചി ഇത് എന്തുവാ അങ്ങനെ ചോദിച്ചു. ഉടനെ അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിനെ എന്താ പിന്നെ സ്കൂളിൽ പോയി പറയണമെന്ന്, അല്ല എൻ്റെ പേരൻസിനെ കണ്ടുപിടിക്കണം. അതാണ് കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഇതിനപ്പുറത്തെ ഇൻസിഡന്റ് എൻ്റെ ജീവിതത്തിൽ പലയിടത്തും നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കാൻ നമുക്ക് തോന്നാത്ത ഒരു ബോധമുണ്ട്, മനസ്സിലായോ? ആ ബോധം ഇല്ലാത്ത ആൾക്കാർ ഇത് പൊക്കിക്കൊണ്ടാണ്. പക്ഷെ ചേട്ടന്റെ പ്രായമല്ലല്ലോ ആ കൊച്ചിന്. അല്ല, അതുപോലെ അതേ പ്രായത്തിലുള്ള വേറെ പിള്ളേരുണ്ട്, ഇതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുന്നവരുണ്ട് ഇവിടെ. നമ്മൾ കാണുന്ന ഇവരെ മാത്രമേ ഉള്ളെന്നുള്ള. ചിലപ്പോൾ എനിക്കറിയാവുന്ന കുറേ പേര് ഇതുപോലത്തെ ഇൻസിഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ഈ കുറച്ച് പേര് മീഡിയ അറ്റൻഷനോ അല്ലെങ്കിൽ വൈറലാവാനോ അല്ലെങ്കിൽ എങ്ങനെയോ ഫെയിം വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഇൻറ്റൻഷൻ അവർക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരിത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യും. അത്രേ നടന്നിട്ടുള്ളൂ. താൻ നോക്ക്, ഇവിടെ പറഞ്ഞവരെല്ലാം വൈറലാകുന്നവർ തന്നെയാണ്. വേറെ സാധാരണക്കാരായിട്ട് ഒരാൾ പോലും വന്ന് പറയുന്നത് വൈറലാകത്തില്ല. അവർക്കത് പറയേണ്ട രീതിക്ക് പറയാനും അറിയത്തില്ല. വീഡിയോസ് ഒത്തിരി കിടപ്പുണ്ട് പലരുടെയും ദേഹത്ത് പിടിച്ച് തട്ടിമുട്ടിയൊക്കെ. പക്ഷേ വൈറലാകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതുവരെ എത്ര പേരുണ്ട്? എല്ലാവരും മീഡിയ ഉള്ളവരൊക്കെ തന്നെ ആയിരിക്കും. അവരത് ചെയ്യുന്ന കണ്ടന്റ് തന്നെയാണ്. അവർക്ക് റീച്ച് ഉള്ളവരുമായിരിക്കും. ഒരു പരിധി വരെയൊക്കെ റീച്ച് ഉള്ളവരാണ് ഇവിടെ ഫെയിം കിട്ടിയത്. ഇതുപോലത്തെ ഇൻസിഡൻറ്റ് ഇത് എന്നും നടക്കുന്നൊരു കാര്യമാണ്. ട്രെയിനിലും ബസ്സിലും എന്നും ഈ പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. സവാദ് മാത്രമൊന്നുമല്ല, കേരളത്തിൽ നിന്നല്ല എവിടെ ചെന്നാലുണ്ട്. ഇതൊരു രോഗാവസ്ഥയാണ്. ഇപ്പം നമുക്ക് തുമ്മലുണ്ട്, എനിക്ക് ഭയങ്കര തുമ്മലാണ്. അപ്പോൾ ഈ തുമ്മൽ ഭയങ്കര ഒരു സെക്ഷൽ സംഭവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും അറസ്റ്റിലാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. ആ രോഗാവസ്ഥയും ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുന്നു, മനസ്സിലായി? അതേസമയം അതൊരു സെക്ഷൽ ഡിസോർഡറാണ്. ഈ ആൾക്കാർ എക്സിബിഷനിസ്റ്റോ അങ്ങനത്തെ കേസായിരിക്കാം. ചിലപ്പോൾ ഒരാളെ ടച്ച് ചെയ്യുന്നില്ല, അയാളുടെ അനുവാദം ഇല്ലാതെ കുറേ ചെന്ന് നിൽക്കുകയോ മുട്ടുമൊക്കെ ചെയ്യുന്നത് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അവർ വേറെ എവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ റേപ്പ് ഒന്നും ചെയ്യത്തില്ല. അവരുടെ ഹരം അതല്ല. അവർക്ക് ആകെ ഇതേ ഉള്ളൂ. അതൊരു അബ്നോർമാലിറ്റിയാണ്. ആ സാധനത്തിന് ചികിത്സ അല്ലാതെ അയാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടോ അയാളെ കുടുംബക്കാരെ മൊത്തം നാണം കെടുത്തിയതുകൊണ്ടോ ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ സവാദിൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ പറയുന്നതാണ്, അവന് അസുഖമുള്ളവനെ അവനെ കൊണ്ട് ചികിത്സിക്കുക, അല്ലാതെ പോലീസുകാർ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് അതുകൊണ്ട് ഇറക്കി വിടുമ്പോൾ മാലയിടാൻ ആൾ വരുന്നു, എന്തൊക്കെ കാണിക്കുന്നു, പോകുന്നു. പിന്നെ അവൻ അതുപോലെ തന്നെ വരും. അവൻ ഇനിയും വരും, മനസ്സിലായി? അവന് അതിനൊരു ഒരു ക്യൂർ കിട്ടത്തില്ല എന്നാണ്, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പോലും ആളില്ല. അല്ലെങ്കിൽ ഇയാളെ മനസ്സിലാക്കി ഇതിനെ ബസ്സേ കയറ്റുന്നത്. ഇതുപോലുള്ളവർ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ബസ്സുകാർക്കൊക്കെ ഈ മൊബൈലിലെല്ലാം കൊടുത്തേക്കണം പടം. ഇവന് എന്തിനും കുഴപ്പമുള്ളതാണോ, ഒന്ന് കണ്ടു രണ്ട് കണ്ടു. ഇവർക്ക് തന്നെ അറിയാം, ഈ കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒക്കെ അറിയാം ഇവൻ പ്രശ്നക്കാരനാണ്. കേറ്റരുത്. അവന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു കറക്റ്റ് ഇത് പറഞ്ഞുതരാം. അങ്ങവയിലുള്ളവർക്ക് സീറ്റില്ലേ, അവിടെ ഇരുത്തണം. ഇങ്ങനെയുള്ളവരെ അറിയാമെങ്കിൽ കണ്ടക്ടർക്ക് അറിയാം. ഇപ്പോൾ എല്ലാവരും കേരളത്തിൽ മൊത്തം അറിയാം സവാദിനെ. സവാദ് പിന്നെ എങ്ങനെ പെണ്ണുങ്ങളുടെ ഇടയിൽ പിന്നെയും പോയിരുന്നത്? അവനൊരു സീറ്റ് കൊടുക്കണം. അത് അങ്ങവയിലുള്ളവരുടെ സീറ്റ് കൊടുത്തോ, അവിടെ അങ്ങനെ ഉള്ള സീറ്റ് ഉണ്ടല്ലോ. അവിടെ അങ്ങനെ ആളില്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് സീറ്റ് കൊടുക്കുക. അങ്ങനെ ഇനി വേണം ഡിസേബിൾഡ് എന്ന് പറയുന്നതിനകത്ത് മെൻ്റലി ഡിസേബിൾഡ് എന്ന് പറയുന്ന സാധനവും വേണേൽ ആഡ് ചെയ്ത് അതുകൂടെ അങ്ങ് വെച്ചോ. അത് വേണ്ടതല്ലേ? ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എന്താ അത് കറക്റ്റ് ചെയ്യാത്തത്? പക്ഷേ സവാദിന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സവാദിന് മാത്രമല്ല, എല്ലാ സ്റ്റാൻഡിലും ഉള്ളവർക്ക് എല്ലാവരെയും അറിയാം. എനിക്ക് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡുകളിലുള്ള മെയിൻ ആൾക്കാരെ എനിക്കറിയാം. ട്രെയിനിൽ കയറുന്നവരെ അറിയാം, ബസ്സിൽ കയറുന്നവരെ അറിയാം. നിങ്ങൾക്കൊക്കെ അറിയത്തില്ല, എനിക്കറിയത്തില്ലായിരിക്കും. ഇവിടെ ആണുങ്ങൾക്ക് അറിയാം, പിടിക്കുന്നവന്മാരെ അറിയാം, കയറി നിൽക്കുന്ന ജാക്കിക്കാരെ അറിയാം, അല്ലേ? പിന്നെ തട്ടുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളെ വന്ന് മുട്ടുമല്ലോ, ചോദിക്കത്തില്ലേ? ഇതെല്ലാവരും എനിക്കും അറിയാം. എന്നോടൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ തട്ടുമ്പോൾ ഞാൻ അവരെ ഉപദ്രവിക്കാൻ ഞാൻ നിന്നിട്ടില്ലല്ലോ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ശരിക്കും തലതെറിച്ചവന്മാരോ. ഞാൻ പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെ വരരുത്, നിങ്ങൾ പൊക്കോ, പ്രശ്നമാവും, വെറുതെ എന്തിനാ അടിയുണ്ടാകുക, തല്ല് കിട്ടുമെന്ന് പറയും. അങ്ങനെ അന്നൊരു ഒഴിവാക്കി. പിന്നെ നമുക്ക് കാര്യം കണ്ട് മനസ്സിലായി പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം ഓരോരുത്തരുടെ ഓരോ രീതികളോ എന്തോ ആയിക്കോട്ടെ, അതിനെ അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതങ്ങനെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അതൊരു മെന്റൽ ഇഷ്യൂ ആണെങ്കിൽ മെന്റൽ അല്ല, ഇനി അത് സെക്ഷുവാലിറ്റിയോ എന്ത് വേണേ ആയിക്കോട്ടെ, അതിനെ അങ്ങനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രം കാണാൻ പറ്റുകയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, കുറെ നാൾ മുന്നേ ഇരുന്ന് സൗമ്യയുടെ കേസ് വന്നത്. എടോ, തനിക്കിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങനെ തട്ടി, ആ തട്ടുമ്പോ തന്നെ അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അത് വീഡിയോ എടുക്കുക, അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത്. എല്ലാം തനിക്ക് അയാളെ റിപ്പോർട്ട് ചെയ്യും, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. അല്ല, ഇത് പബ്ലിക്കിൽ കൊണ്ട് ഇടത്തില്ല. ഇത് കേരളത്തിൽ മാത്രമല്ല ഈ സംഭവം നടക്കുന്നത്, ഇത് ഇപ്പോൾ അമേരിക്കയിലും നടക്കും. ഇപ്പം പബ്ലിക്കിൽ മാസ്വേറ്റ് ചെയ്തെന്ന് പറയുന്നൊരു സീനാണ് സവാദിൻ്റെ എങ്കിൽ ഞാൻ ആ ന്യൂസ് മൊത്തം നോക്കി, ഗൂഗിൾ മൊത്തം ഞാൻ സെർച്ച് ചെയ്തു. ആകെപ്പാടെ ഇംഗ്ലീഷ് ചാനലിൽ ഒരെണ്ണം എനിക്ക് കിട്ടിയുള്ളൂ ഒരാളെ പറ്റി. പക്ഷെ അത് അമേരിക്കയിലും UK യിലൊന്നും അല്ല. അവരത് വാർത്ത പോലും എടുത്തില്ല.
അങ്ങനെ ആരും എടുത്തിട്ട. പക്ഷെ ഇന്ത്യ കിടക്കുന്ന കാണണം, മൊത്തം ഇതിൻ്റെ വാർത്തയാണ്. ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ് അത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ്. അതറിയത്തില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ ഈ പറയുന്ന വലതും ആ പെണ്ണിന് അങ്ങനെ തോന്നിയില്ല, ആ കൊച്ചിനോട് അങ്ങനെ ചെയ്തില്ലേ, അത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ ഇത് വേറെ ലോകത്ത് പലയിടത്തും പലതും ഇത് നടക്കുന്നുണ്ട്. ഈ പബ്ലിക് മാസ്റ്റർബേഷൻ തന്നെ അസുഖമുള്ളവർ പലതും ഉണ്ട്. അത് അമേരിക്കയിൽ ഒരാളല്ല ഉള്ളത്, അവിടെ ഉണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ. പക്ഷേ ന്യൂസിനവരുടെ പടമൊന്നും ഇട്ട് അവർ അവമാനിക്കത്തില്ല. അവർക്കും ഉണ്ട് അവരുടേതായ ഡിഗ്നിറ്റിയും ഒക്കെ. അപ്പൊ അത് ഒരിക്കലും തെറ്റല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, തെറ്റല്ല. അപ്പൊ ആ പെൺകുട്ടിയെ സഹിച്ചിരിക്കണം എന്നാണോ? സഹിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. നല്ലൊരു സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം, അയാളെ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യണം. അവിടെ ആരുടെ പരാജയമാണെന്നറിയുന്നത്? ഇതാണ് നാം പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെയും പോലീസിന്റെയും പരാജയം. അത് ആ കൊച്ചിനും ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇത് എവിടെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യും? തനിക്കറിയാം, തന്നെ ഇവ ബസ്സേ കയറി പിടിച്ച് ഞാൻ എവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? പോലീസിലോട്ട് ചെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോകണം, ബസ് ഓടിച്ച്. അല്ല അവിടെ ഒന്ന് വിളിച്ച് അവിടെ പോലീസ് വരണം. അതാ പറഞ്ഞത്, ഇവർക്ക് അറിയത്തില്ല ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് തോന്നി പോലെ ചെയ്യുന്ന സ്ഥലമായത്. അപ്പോഴും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് ഒഴിവാക്കാനേ ഉള്ളൂ. അയാളെ പിന്നെ അത്രയും അങ്ങോട്ട് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തുമ്മുന്നോടാന്ന് ചോദിച്ചാൽ അടിച്ചു കഴിഞ്ഞിരിക്കും. ഇല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇൻസിഡന്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ വലിയ എന്തെങ്കിലും. ഞാൻ ചോദിച്ചോട്ടെ, ഈ സവാദിനെ പിടിച്ചോണ്ട് പോയി, കറക്റ്റ് ആയോ? രണ്ടാമതവനെ തന്നെയല്ലേ പിടിച്ചത്? അതെ. അപ്പൊ പിന്നെ അതിനകത്ത് തീർന്നില്ലേ? അതിനകത്ത് എന്ത് ഇനി സംസാരിക്കാൻ എന്തിരിക്കുന്നത്? ഇനി ഇതുപോലെ വേറൊരാളെ പിടിച്ചെന്ന്, അയാൾ ഇത് തന്നെയാണോ ചെയ്തത്? അപ്പൊ അത് വേറെ ആളാണല്ലോ. അങ്ങനല്ലത്. ഇതെല്ലാം ഒറ്റ കണ്ടീഷനാ. മനസ്സിലായല്ലേ? തനിക്കിപ്പോ ഒരാൾ ഉപദ്രവകാരിയാണ്, അയാൾ ഇങ്ങനത്തെ ഉപദ്രവമുള്ള ഒരാളാണ്. ചിലർക്ക് അങ്ങനെ ആയിരിക്കും. മറ്റേ ഒരു ശ്രീദ്രവ്യെ പിടിക്കും ഇടയ്ക്ക്, അവൻ എന്തോ കൊച്ചു പിള്ളേരുടെ, അത് പിന്നെ പോക്സോ പോലെ വന്നിട്ടുണ്ട്. അയാൾക്ക് ആ സമയത്ത് അയാളുടെ മാനസിക നില തെറ്റുവാ, സ്വഭാവത്തിലല്ല ഇത് ചെയ്യുന്നത്. അയാൾ അറിയാതെ പറ്റുന്നൊരു കാര്യമാണ്. അതിന് അയാളെ പിടിച്ചുകൊണ്ട് പോയി ഇവിടെ എല്ലാം നാട് നീളം നാറ്റിച്ച് അതിന് അവസ്ഥയാണ്. അത് എനിക്ക് മനസ്സിലാവും അയാൾ എന്തോ ഏത് മാനസികാവസ്ഥയിലുള്ള സമയത്താണ് ഇത് നടക്കുന്നത്. അയാൾക്ക് ചിലപ്പോൾ ആ സമയത്ത് ഇതിന് ട്രീറ്റ്മെൻറ്റും ഉണ്ടാവും, മനസ്സിലായി, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ആ സമയത്ത് ഇവർ ചിലപ്പോൾ ആളുകൾ കാണാതൊക്കെ ഇറങ്ങിപ്പോവും. സൂയിസൈഡ് അങ്ങനെയല്ലേ? സൂയിസൈഡ് ഒരു രോഗമാണ്. അത് അവസ്ഥയുള്ളവർ, ഭയങ്കര ഡിപ്രഷനുള്ളവർ മരിക്കും, കണ്ണ് തെറ്റിയാൽ മരിക്കും. അതുപോലെ ഇവർ കണ്ണ് തെറ്റിയാൽ ചിലപ്പോൾ അപ്പുറത്തോട്ട് പോകും. അതാ നടക്കുന്നത്. ഈ വീട്ടുകാർ കെയർ ചെയ്യാനില്ലെങ്കിൽ ഇവൻ വീണ്ടും ബസ്സിൽ പോകും. ചില കേസിലില്ലേ ഇപ്പൊ ഈ അടുത്തിരുന്നു. ഇത് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ ഇൻസിഡൻസ് കൂടി ഇത് സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാവരും ഇതുപോലൊക്കെ തന്നെ ട്രീറ്റ് ചെയ്യും. ഇനി പോലീസിനെ വിളിച്ച് പറയും, അതേ നടക്കത്തുള്ളൂ. ആദ്യമായിട്ടൊക്കെ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയ ആൾക്കാർ വന്ന് ഇടപെട്ടത് കൊണ്ട് ഇങ്ങനെ ആയത്. പക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലാന്ന കാലത്ത് ഇതുണ്ട്. ഇതിപ്പം തുടങ്ങിയൊന്നുമല്ല, ബസ്സുള്ള കാലം തൊട്ട് ജാക്കി ഉണ്ട്. സാഗർ എലിയാസ് ജാക്കിയാണ് ആദ്യത്തെ ജാക്കി. അപ്പം അതുകൊണ്ട് അതുപോലെ ഇതുണ്ട്. അപ്പോൾ മനസ്സിലായോ? അതൊന്നും ഇത്ര ആയിട്ടില്ല. അന്നുള്ളവരെയും പിടിക്കുന്നുണ്ട്, ചിലരെ കെട്ടിയിട്ടിട്ടുണ്ട്, ചിലർക്ക് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചികിത്സ കിട്ടിയിട്ടില്ല. വേണ്ടത് മാത്രം കിട്ടിയിട്ടില്ല, വേണ്ടതെല്ലാം കിട്ടും ഇവിടെ. ചികിത്സ കിട്ടുന്നില്ലടോ. ചേട്ടൻ അങ്ങനത്തെയാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുക, ഞാനിങ്ങനെ പലതും പറയുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് പറയാം അവന് വട്ട അവരാകുന്നത്. എന്നെ ഒന്നൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടൊന്ന് പറയുക എനിക്ക് വട്ടമുണ്ടെന്ന്. അല്ല ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിച്ചു നോക്ക്, രോഗമുണ്ടോ ഇല്ലെന്ന് അറിയാം. ഇതൊന്നും ഇല്ല. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ഡ്രഗ്സ് അടിക്കാൻ വരെ സർട്ടിഫിക്കറ്റ് തരണം ശരിക്കും. കാരണം ഞാൻ അത്രയ്ക്കും കൺട്രോൾഡ് ആയിട്ട് സിഗരറ്റ് വരെ കൃത്യസമയത്തൊക്കെ നോക്കി, ശനിയാഴ്ച 7:30 സിഗരറ്റ് വലിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഞാൻ സിഗരറ്റ് വലിക്കത്തുള്ളൂ. മനസ്സിലായോ? അത്രയ്ക്ക് എനിക്ക് ഇതുണ്ട്, കൺട്രോളുണ്ട് എല്ലാത്തിനും. എന്നോട് ഞാൻ പറയട്ടെ, NDMA കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വേണമെങ്കിൽ കുറച്ചെടുത്ത് വെക്ക്, ഇവിടെ വെച്ചിട്ട് എന്നെ നോക്കിയിരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ, എത്ര ദിവസം വേണേലും അതവിടെ ഇരിക്കും. അത് ചീഞ്ഞു പോവും. ചീഞ്ഞല്ല പോകുന്നത്, അതിൻ്റെ ആ എഫക്റ്റ് പോവായിരിക്കും. അങ്ങനെയൊക്കെ. കഞ്ചാവാണെങ്കിൽ പൂത്തു പോവും. എനിക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അത് എന്തോരം വേണം, എത്ര വേണം നോക്കി മാത്രം ഉപയോഗിക്കുന്ന ഒരാളെ എന്തിനാ വെറുതെ ഒരു ടെൻഷൻ അടിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇത് അടിക്കാതെ തന്നെ അതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ ഇവിടെ ഇല്ലേ? അവരാണ് പ്രശ്നക്കാർ. ആ പ്രശ്നക്കാർ അടിക്കാതെ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവൻ അടിച്ചാലും പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായോ? അത് കള്ളു കുടിച്ചാലും പ്രശ്നമുണ്ട്. കള്ളു കുടിക്കുന്ന സമയത്ത് ഇവിടെ തെങ്ങും കള്ളു കുടിച്ച സമയത്ത് ഇവിടെ എന്തെല്ലാം കള്ളു കുടിച്ച് കൊലപാതകം നടന്നിട്ടുണ്ടെന്നറിയോ? കള്ളു കുടിച്ചെന്ന് ഷാപ്പിലൊക്കെ ഇരുന്ന് പണ്ട് അടി ഉണ്ടാക്കും. സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? കള്ളു കുടിച്ചെന്ന്. ഈ തെങ്ങുകൾ കുടിച്ച് എങ്ങനെ കിക്കാവുന്ന ഇപ്പോൾ ആർക്കെങ്കിലും കിക്കാവോ തെങ്ങുകൾ കുടിച്ച്? പക്ഷെ അതാ പറഞ്ഞത്, അതിനൊരു പ്ലാസിബോ എഫക്റ്റ് ഉണ്ട്. ഇത് കള്ളാണ് കുടിച്ചിരിക്കുന്നത്. പിന്നെ കള്ളു കുടിച്ചതിൻ്റെ പേരില്ല, മദ്യത്തിൻ്റെ ലഹരിയിലാണ് സാർ സംഭവിച്ചത്. അതിന് കൊള്ളാം, അല്ലാതൊന്നും അങ്ങനെയാത്
ശരിക്കും ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഈ ഇമാതിരി പണി കാണിക്കാൻ പറ്റത്തില്ല. ഇവിടെ നടന്ന് കാണിക്കുന്ന ഒരു പണിയും കാണിക്കാൻ പറ്റില്ല. എന്ത് ഡ്രഗ്സ് അടിച്ചാലും ഞാൻ ബസ്സിൽ കയറി ആക്കി വെക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതെങ്ങനെ കുടിച്ചാലും അടിച്ചാലും ബോധം പോയാലും പറ്റുന്നില്ല. വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട്, അതല്ല ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഇതൊക്കെ അടിക്കുന്നതിന്റെ ആളുടെ കുഴപ്പമാണ്, ഇത് ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമിത്. അതാ പറഞ്ഞ സവാദ് കള്ളു കുടിക്കണ്ട, കഞ്ചാവ് അടിക്കണ്ട, ഒന്നും അടിക്കണ്ട, അവൻ അങ്ങനെ ചെയ്യും. നമ്മൾ കള്ളു കുടിച്ചാലും കഞ്ചാവ് അടിച്ചാലും അത് ചെയ്യത്തില്ല. ഞാൻ കള്ളു കുടിച്ചാലും കഞ്ചാവ് അടിച്ചാലും കുത്താനും കൊല്ലാനും പോകുന്നില്ല. എന്റെ തന്തയുടെ തള്ളയുടെ തലയൊക്കെ അതുപോലെ അവിടെ ഉണ്ട്, ഒരെണ്ണത്തിന്റെ അടിച്ചു പൊട്ടിച്ചിട്ടില്ല. പിന്നെന്താ പ്രശ്നം, എന്താ എന്നെ കൊണ്ട് എന്താ പ്രശ്നം? മനസ്സിലായില്ല. ഞാൻ പറയുക മൊത്തത്തിൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിടന്ന് മെനക്കിടുന്നുണ്ട്. എനിക്ക് മനസ്സിലാത്ത കാര്യം വേറെ ഉണ്ടോ ഇതിനകത്ത്. എനിക്ക് ഇതിനകത്ത് അറിയാം കുറെ പേര് ഇവർക്ക് മെന്റലി പ്രശ്നമുള്ളതാണ്. എന്റെ കമന്റിനകത്ത് വരിക, ഞാൻ വേണേ ഒരെണ്ണം കാണിക്കാം. ഒരാളൊരു മാനസിക ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇവരെയൊക്കെ അറിയാം, നേരിട്ട് കിട്ടത്തില്ലെന്ന്, ഇവരെ കാണാൻ പറ്റത്തില്ല. ഞാൻ വെറുതെ ഒരു സിമ്പിൾ സാധനം ഇപ്പോഴും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, ഒരു 4-5 മെസ്സേജ് താഴെ. ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവരെങ്ങനെയാണെന്നറിയോ, ഇവൻ ചട്ടുകാലം മമ്മൂട്ടി, ക്യാൻസർ മമ്മൂട്ടി, ഇങ്ങനെ മമ്മൂട്ടിയോട് എന്തോ ദേഷ്യമുണ്ട് ഇവന്. മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനാണേ. എന്നിട്ട് ഇങ്ങനത്തെ കമൻ്റ് ഇടുന്നത്, ആൾ മരിച്ചു പോകണം, അയാളുടെ കൊച്ചുമോന് ദുൽഖറിന് ക്യാൻസറാണ്, അതിൻ്റെ കൊച്ചിന് ക്യാൻസറാണ്, ഇങ്ങനത്തെ കമൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കും ഒരുത്തന് ഇങ്ങനെ രാവിലെ തൊട്ട്. വല്ലാത്തൊരുത്തൻ. എന്നിട്ട് കുറേ എഡിറ്റ് ചെയ്ത ഫോട്ടോ അയച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കാണിച്ച് എനിക്കെന്തോ അവൻ്റെ വിചാരം ഞാൻ ഏതോ മമ്മൂട്ടിയുടെ ഫാൻ, അവനെപ്പോലെ ആരാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവനോട് ചിലപ്പോൾ ഞാൻ മോഹൻലാലിന് എന്തെങ്കിലും പടം അയച്ചു കൊടുത്താൽ അവന് വിഭ്രാന്തി ഉണ്ടാവുമായിരിക്കും. അതാ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇവന് വിഭ്രാന്തി ഉണ്ടാകുന്നത്. അതാണ്ട് മെസ്സേജ് കിടപ്പുണ്ട്, റീഡ് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, ഇത് കണ്ട് നോക്കിക്കോണേ. ഇത് ഞാൻ ഒന്നും റിപ്ലൈ ചെയ്യത്തില്ല, ഇത് ഫുള്ള് ഇങ്ങനത്തെ സാധനമാണ്. കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, വീഡിയോ അയച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒറ്റ ഒരെണ്ണം എടുത്തിട്ട് ഇതാണ്ട് ഇങ്ങനെ ചുമ്മാ തട്ടിയിട്ട് താൻ ഇവിടെ നിൽക്കി തെറിയായിരിക്കും. പേപ്പട്ടി മമ്മൂട്ടി, മമ്മൂട്ടി എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ തൊട്ട് തുടങ്ങി ചെറുക്കൻ. എന്തോ കുഴപ്പമുള്ള ഒരാളാ. അവൻ എന്തിനും കാണിക്കട്ടെന്നേ. കുറ്റിയിൽ ചാണ്ടി ചട്ടുകാലം മമ്മൂട്ടി, 1.5 കാലം മമ്മൂട്ടി, മമ്മൂട്ടി ചത്ത, എന്തുവാടോ ഇത്? ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും ചെറുക്കൻ. ഇങ്ങനെ എന്താ ക്യാൻസർ വന്ന ചട്ടുകാലം മമ്മൂട്ടി ചത്ത് കിടക്കുന്നു. ഏതോ ഒരു മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ കണ്ടോ, സിനിമയിൽ നിന്നൊക്കെ എടുക്കുന്ന. ഇവരിങ്ങനത്തെ അസുഖമുള്ള ആൾക്കാരുണ്ടെന്നേ, അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതിനിടയിലാണ് ഇവൻ എന്നെ കണ്ടു, ഞാൻ മോഹൻലാലിനെ പറ്റി എന്തോ പറഞ്ഞു, ഇവനപ്പം മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ് ഇവനങ്ങ് വിഷമിക്കുമായിരിക്കും എന്നാവും വിചാരിക്കുന്നത്. ഇത് ഞാൻ കാണാറുണ്ട്, ഇടയ്ക്കൊക്കെ നോക്കുമെടുത്ത്. ഇവൻ്റെ അവസ്ഥ, ഇവൻ രക്ഷപ്പെട്ടില്ലല്ലോ, ഇവന് ചികിത്സ കിട്ടണം. ഫുൾ ടൈം ഓൺലൈനും ഉണ്ട് ആള്, രാത്രി ഒന്നും ഉറക്കമൊന്നുമില്ല, പാവാ. വിളിച്ചാലും ഞാൻ എടുക്കത്തൊന്നുമില്ല ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ. പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് എനിക്കൊന്ന് തോന്നും എടുക്കണമെന്ന്, അപ്പം എടുക്കും. അപ്പൊ അവർ വിളിക്കും. ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. 1-2 യൂട്യൂബിൽ കിടപ്പുണ്ട്. എടുത്തിട്ട് എന്നെ തെറി വിളിക്കുന്നു, മുട്ടൻ തെറി. അവൻ നിർത്താതെ തെറി പഠിച്ചിട്ട് എടുത്ത് തെറി വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ. ഞാൻ എൻ്റെ അവൻ്റെ നമ്പർ ഇല്ലാതെ പിന്നെ ഞാൻ തിരിച്ച് കുറേ കൂടെ വിളിപ്പിച്ചേനെ. പക്ഷെ അളിയാൻ അത് വെച്ചിട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞാൻ ഇരുന്ന് കേൾക്കുക. ആദ്യം ഒരു 15 മിനിറ്റ് വിളിച്ച് കട്ട് ചെയ്തു, അതെടുത്ത് അവൻ അപ്ലോഡ് ചെയ്തു. അതിന് പിന്നെ ഇവൻ വിളിച്ചു, വീണ്ടും ഒരു 10-15 മിനിറ്റ് കണ്ട് വിളിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് മമ്മൂട്ടിയോട് അത്രയും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ചെകുത്താൻ്റെ അടുത്തല്ലല്ലോ തീർക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നവരൊക്കെ മമ്മൂട്ടിയുടെ ഫാനും മോഹൻലാൽ വിരോധി അങ്ങനെയൊക്കെയാണെന്നാ. നമ്മളതല്ല ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ മോഹൻലാലിനോട് വിരോധമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇഷ്യൂ എന്തായിരുന്നു അറിയോ? നമുക്ക് ഈ മെന്റലി അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആള് സെക്ഷലി ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്ന വിചാരിച്ചല്ലോ ഒരു ഗേൾ അപ്പുറത്ത് ചെന്നിരിക്കുന്നേ. ഇരിക്ക് തൊട്ടെന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും, അയാളുടെ ഇരിപ്പ് തുടങ്ങുമ്പോൾ അറിയാം. അപ്പൊ തന്നെ എഴുന്നേറ്റ് മാറുവോ കംപ്ലൈന്റ് ചെയ്യുകയോ ചെയ്തേക്കണം. അപ്പൊ മറ്റേ സൗമ്യയുടെ കേസിലൊക്കെ ഗോവിന്ദചാമിയുടെ കേസ് വേറെയാ. അതിന് സൗമ്യക്കൊന്നും ചെയ്യാനില്ല. സൗമ്യ പിന്നെ മരിച്ച പേര് സൗമ്യനാണോ? ഗോവിന്ദചാമി. ഗോവിന്ദചാമിക്കും പ്രശ്നമുണ്ടെന്നേ. ഗോവിന്ദചാമി അവിടെ എത്തുന്നത് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനത്തിനകത്താണ് നടന്നേക്കുന്നത്. അത് പറയുവാണ്, ട്രെയിനും റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ പ്രൊട്ടക്ഷനില്ല? CRPF ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, പോലീസും ഒക്കെ ഇടപെടുന്ന സ്ഥലം. അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എയർപോർട്ടിൽ ഇത് നടക്കത്തില്ല, കാരണം അവിടെ കുറച്ചുകൂടി സെക്യൂരിറ്റി ഉണ്ട്. ഇവിടുത്തെ അവർ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന് പറഞ്ഞ ഞാനും താനും ഇവിടെ ഇറങ്ങി നടക്കുന്ന CRPF പ്രൊട്ടക്റ്റഡ് ഏരിയ നടക്കുന്ന സാധനം. അതിന് വേറെ ഐറ്റമാണ് നടന്നേക്കുന്നത്. അത് ഇപ്പം കാട്ടിലും മേട്ടിലും നടന്ന റേപ്പ് പോലെ അല്ലത്, കൊലപാതകം പോലല്ല. അതിന് കുറച്ചുകൂടെ പ്രസക്തി അവിടെ ഇരിക്കുന്നത്.
ആ വ്യക്തി അവിടെ വന്നത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഒരൊറ്റ കൈയൊക്കെ ഉള്ളെന്നാണ്. അവന് പറ്റി. എന്തുവാട് ആ സാധനം എന്നൊക്കെ പറഞ്ഞാൽ ഈ നാടിൻ്റെ എന്താ സുരക്ഷിത ഇല്ലായ്മ, എന്താണ് അസുരക്ഷിതാവസ്ഥയോ, ആ സാധനം ഒരു പെണ്ണിൻ്റെ ഹൈലൈറ്റഡ് സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് ഡൽഹി റേപ്പിൻ്റെ പ്രത്യേകത. ഈ ബസ്സെ കൊണ്ടു കടന്ന് ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് കടന്ന് പിടിപ്പിച്ച്. അതേസമയം അല്ലാത്ത പീഡനങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരു കാട്ടി പിടിച്ചിട്ടെന്നും കൊന്നെന്നൊക്കെ പറയുന്ന സാധനം പോലെ അല്ല. ശരിക്കും ആ സ്ഥലത്തെല്ലാം സർവൈലൻസ് ഉണ്ട്, ഭയങ്കര പോലീസും പ്രൊട്ടക്ഷനും ഒക്കെ ഉള്ള ഏരിയ ആണെന്ന് നമുക്ക് ഉറപ്പുള്ള സ്ഥലത്ത്. ആ ഒരു കാട്ടി കയറി ചെന്നിട്ട് തന്നെ അവിടെ വെച്ച് ആരെങ്കിലും കയറി ബലാത്സംഗം ചെയ്താൽ അതിനകത്ത് അത്ര സാധ്യത കുറവാണ്. അല്ല, അതിന് സാധ്യത ഉണ്ട്. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ മൂക്കിനടി കൂടി ഇങ്ങനെ പോവുക, കഞ്ചാവ്, MDMA, മറ്റേത് മറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചവനെ ചെന്ന് പിടിക്കുക. അയ്യോ അത് ഭയങ്കര എന്ന് പറഞ്ഞ പോലെ ഈ റേപ്പ് ചെയ്യാൻ പിടിക്കുന്നതും ഈ അടിച്ചവനെ പിടിക്കുന്നതൊക്കെ ഒരുപോലെ ഉള്ളൂ. ഇവനവിടെ വരാൻ പാടില്ല, ആ സംഭവം നടക്കാൻ പാടില്ല. ഒരിക്കലും ഒരു പെങ്കുച്ചിടുന്ന് അലച്ചിട്ട് കേട്ടില്ല. ഇവരൊക്കെ പിന്നെ എവിടെ വന്നു? അപ്പോൾ ഈ ജോലിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും, ഇത് നമ്മുടെയൊക്കെ സ്വത്തിനും മാനത്തിനും ഒക്കെ സംരക്ഷണം തരുവാന്ന് പറഞ്ഞാൽ ഓത്തെടുക്കുന്നത് ഈ മന്ത്രിമാരൊക്കെ. ഇവിടെ അതെന്തോ കൊടുത്തോണ്ടിരിക്കുക, എടുത്തോണ്ടിരിക്കുക. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ, ഇഷ്ടം പോലെ പൈസ ചിലവാക്കുന്നുണ്ട് ഇവിടുത്തെ ക്രമസമാധാനം നിലനിർത്താൻ. എവിടെയെങ്കിലും സമാധാനം ഉണ്ടോ? സേഫ്റ്റി ഉണ്ടോ? അതിനകത്ത് കൊച്ചുങ്ങളാണ് ഏറ്റവും അൺസേഫ്. അത് കഴിഞ്ഞ് സ്ത്രീകൾ. അല്ലല്ല, ഏറ്റവും അൺസേഫ് കുഞ്ഞുങ്ങൾ, പിന്നെ പട്ടിയും പൂച്ചയും, അത് കഴിഞ്ഞ് സ്ത്രീ വരുന്നുള്ളൂ. പട്ടിയും പൂച്ചയും ചുമ്മാ കൊല്ലുക. ചില സമയത്ത് ലീഗലായിട്ട് കൊല്ലും, ചില സമയത്ത് ഇല്ലീഗലായിട്ട് കൊല്ലും. അതും അല്ലെങ്കിൽ വണ്ടി കയറിച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ റോഡിൽ വണ്ടി കയറിച്ചാകുന്ന സീൻ എന്ന് പറഞ്ഞ പോലെ എനിക്ക് പട്ടിക്കുഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ തോന്നുന്നുള്ളൂ. അതായത് ഈ സൈഡിലൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് പോകും. അതെന്താ അങ്ങനെ കളയുന്നത്? എന്നിട്ട് ഇതെല്ലാം റോഡിൽ വണ്ടി കയറി ഇങ്ങനെ അരയും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞാൽ പട്ടിയും പൂച്ചയും അൺസേഫ്, അത് കഴിഞ്ഞ് സ്ത്രീകൾ, അത് കഴിഞ്ഞ് പിന്നെ ഡ്രഗ്സ് അടിക്കുന്ന ആൾക്കാർ, മദ്യപിക്കുന്നവർ അൺസേഫ്. അല്ലാത്തവരുണ്ട്, ഇതൊക്കെ അടിച്ചിട്ട് ഇത് വിൽക്കുന്നവരാണ് ഏറ്റവും സേഫ്. ഇത് ചെയ്യുന്നവരും സേഫാണ്. ബലാത്സംഗം ചെയ്യുന്നവൻ വളരെ സേഫ് ആയിരിക്കും. പിന്നെ അവനൊന്നും പേടിക്കണ്ട, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൊലപാതകം ചെയ്താൽ പിന്നെ അയാൾ സേഫാ. അപ്പൊ ഇവിടുത്തെ നിയമത്തിന് ഒരു വിലയില്ല. ഇവിടുത്തെ നിയമത്തിന് നിയമം നമ്മളീ പറഞ്ഞ പോലെ മര്യാദയ്ക്കൊക്കെ നടക്കുന്നവരെ പേടിപ്പിക്കാൻ കൊള്ളാം. അവർക്കേ ഉള്ളൂ പോലീസിനെ പേടി, നിയമത്തെ പേടി. നമുക്കൊക്കെ പേടിയുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഇല്ലീഗലായിട്ട് അധികം ഒന്നും ചെയ്യാത്ത, ക്രൈം ചെയ്യാത്തതൊക്കെ. പക്ഷേ ഈ ക്രിമിനൽക്ക് ആ പേടിയേ ഇല്ല. അവർക്ക് ഇനിയും അറിയാം, ഇനിയും ചെയ്യാൻ പറ്റും. ഇവിടെ ഇത്രയേ ഉള്ളൂ. അല്ല നോക്കിയോ, ഇവിടെ ഒരു കൊല ചെയ്തവനാണോ? ഇപ്പം 4-5 കൊല ചെയ്തവനുണ്ട്. ഒരു കൊലയെങ്കിലും ചെയ്യുമ്പോൾ അവിടെ നിർത്തണ്ടേ ഇവനെ? അത് പറ്റിയില്ല. പിന്നെയും ഒന്ന്, അത് കഴിയുമ്പോൾ വീണ്ടും ഒരു കൊലപാതകം. ഈ സവാദ് പോയി ബസ്സിൽ കയറി. ഇനി അടുത്ത 2-3 മാസം കഴിയുമ്പോൾ കേൾക്കാം വീണ്ടും. ഇനി മസ്താനി തന്നെ പോകുമെന്ന് അറിയത്തില്ല അവനെ പിടിക്കാൻ. ഇപ്പോൾ മസ്താനി ഇറങ്ങിയാലും അവനെ കിട്ടും, എവിടെയെങ്കിലും കാണും. ഞാൻ കണ്ട ഒരു പ്രാവശ്യം കോയമ്പത്തൂർ വരുന്ന വഴിക്ക് ഇവൻ, ഞാൻ സംസാരിച്ചവനോട്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞാൽ ഇവൻ ഇവിടെ നിൽക്കുന്നത്, ഇത് രാത്രിയായി. നമ്മൾക്ക് പാലക്കാട് നോക്കുമ്പോൾ അവൻ ഫ്രണ്ടിൽ ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്നു, കണ്ടില്ല. അവൻ ഏതോ പെണ്ണുങ്ങളോട് നടക്കിയിരിക്കുവാന്ന്. എന്നെ അവനൊന്ന് എഴുന്നേറ്റ് പോയി. അപ്പം ഡെയിലി നടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഇതിനകത്ത്, ചിന്തിക്കേണ്ട വേറൊരു വശം. അവൻ എല്ലാ ദിവസവും പെണ്ണുങ്ങളടുത്താണ് ഇരിക്കുന്നത്. അവൻ പെണ്ണുങ്ങളടുത്തേ ഇരിക്കത്തുള്ളൂ, അതെനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് എല്ലാ പെണ്ണുങ്ങളും കംപ്ലൈൻറ്റ് ചെയ്യാത്തത്? ഇനി എൻജോയ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടോ? കുറേ പേര് പേടിച്ചിട്ടായിരിക്കും. പേടി മാത്രമായിരിക്കാൻ സാധ്യതയുണ്ടോ? ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാകത്തില്ലേ? അതിനുവേണ്ടി വരുന്ന പെണ്ണുങ്ങളുണ്ടാവുമോ? പ്രശ്നമായി കേട്ടോ. ശരിയല്ലേ? ആലോചിച്ച് നോക്ക്. ശരിക്കും ഞാൻ ചുമ്മാ പറഞ്ഞല്ല, നമ്മൾ പെണ്ണുങ്ങളെ അങ്ങനെ കാണാത്തോണ്ടാ, ശ്രദ്ധിക്കാത്തോണ്ടാ. ആൺപിള്ളേരെ പിടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ പിടിച്ചിട്ടുണ്ട് ഒരു പെണ്ണ്. അവൻ ട്രെയിനിൽ പോയപ്പോ അവനെ പിടിച്ച്, അതും ഇതുപോലെ വീഡിയോ എടുത്തിടാൻ പറ, അല്ലാതെ സ്ത്രീകൾക്ക് പറയുന്നില്ലല്ലോ. നമ്മൾ അങ്ങനല്ല, ഞങ്ങൾ പുരുഷന്മാർ അങ്ങനെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരിപാടി ഇല്ല. അത് മോശം, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്, നമ്മൾ മനസ്സിലാക്കുന്നു. സ്ത്രീകൾ പിടിക്കണം, അല്ലെ പിന്നെ എങ്ങനെ ശരിയാവുന്നു? യാത്രക്കിടയിൽ ആണെങ്കിൽ അതൊക്കെ ഒരു ഫണ്ണാടും. ആ രോഗം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ആ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കി. പെൺകുട്ടി പാവം, പോട്ടെ, വീട്ടിൽ സേഫായിട്ട് പോട്ടെന്നേ, എന്തിനാ? അല്ല അങ്ങനെ ഉണ്ട് കേട്ടോ, തമാശല്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ ഇപ്പൊ വിളിച്ചാൽ അവൻ പറയും. പക്ഷെ അവന്റെ ശബ്ദം ഒന്നും പുറത്തുവിടാൻ കൊള്ളത്തില്ല, അതുകൊണ്ടല്ലേ പറയുന്നത്. അവൻ ഒരു ദിവസം ട്രെയിനിൽ വന്നപ്പോഴേ ഇതുപോലൊരു പെൺകുച്ച് അവനെ ഇങ്ങനെ നൈസായിട്ട് പിടിച്ച് സീനായി. പക്ഷെ അവന്
ഞാൻ ചോദിച്ചു നീ നമ്പറൊന്നും മേടിച്ചില്ലേ? എനിക്ക് നമ്പറൊന്നും മേടിക്കാൻ തോന്നിയില്ല. ഞാൻ കളഞ്ഞില്ല. ഞാൻ ആ പെണ്ണിനെ അടുത്ത ദിവസം ട്രെയിനിൽ കയറുമ്പോൾ ഞാനും കൂടെ കയറിയാണ്. അവരുടെ അടുത്ത് ഇരുന്നാൽ മതിയല്ലോ, വെറുതെ കൂളായിട്ട്. അവർ നമ്മളെ പിടിച്ചോളും, നമ്മളാരെയും പിടിക്കണ്ട. സമാധാനം വേണം, നമുക്ക് കല്യാണം കഴിപ്പിക്കാം. അപ്പോൾ അവർ രണ്ടും കൂടെ ഒന്നിച്ച് എന്നും ട്രെയിനായാലും ബസ്സിലും ഇങ്ങനെ. അപ്പൊ പറഞ്ഞു വരുന്ന അങ്ങനത്തെ ഗേൾസും ഉണ്ട്. ഉണ്ട്. പക്ഷെ ആ ന്യൂസ് ഒന്നും അധികം പുറത്ത് വരുന്നില്ല. ന്യൂസ് വരാത്തത് ആണുങ്ങളായതുകൊണ്ട്. ആണുങ്ങൾ മഹാമനസ്കരും എന്താ ഇത് ക്ഷമാശീലരും. അതാ പറഞ്ഞ പുരുഷത്വത്തെ സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന് പറഞ്ഞാൽ പുരുഷത്തെ അവമാനിച്ചെന്ന് സീൻ ഇല്ല. പുരുഷത്തെ അവമാനിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്താ നാണവുമാനൊന്നുമില്ല. ഇല്ലില്ല, അത് അപമാനമല്ല. അതെങ്ങനെ പുരുഷത്വത്തെ അവമാനിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ നേരത്തെ ചെയ്തേര് എന്താ പറയണ്ടേ? അതിനൊന്നും ചെയ്യുന്നില്ല. അത് അവള് ആ കൊച്ചിന് എന്ത് കുഴപ്പമുണ്ടായത് നമ്മൾ മനസ്സിലാക്കുന്നു. അത് അപമാനമാകുന്നത് എങ്ങനെയാ? അതല്ലേ ഞാൻ പറഞ്ഞ ആ ചിന്താഗതിയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആണെങ്കിൽ ഇതൊരു അവമാനമല്ല. ആണുങ്ങളെ ശ്രദ്ധിക്കത്ത് പോലും ഇല്ല. ഇനി അഥവാ അവന് താല്പര്യം ഇല്ലാന്ന് അവൻ എഴുന്നേറ്റ് മാറിയാണ്. പക്ഷെ അവൻ അതീവ താല്പര്യനായതുകൊണ്ട് അവിടെ ഇരുന്നു. മനസ്സിലായോ? അതുപോലെ താല്പര്യമുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടാവും സവാദിന്റെ അടുത്ത്. അതുകൊണ്ടായിരിക്കും എന്റെ തന്നെ വല്ല കൂട്ടുകാരികളോട് ചോദിക്കണം സവാദ് അടുത്ത് വന്നിരുന്നിട്ടുണ്ടോ. എന്റെ കൂട്ടുകാർക്കാണെങ്കിൽ പ്രശ്നം എങ്ങനെ അറിയാൻ പറ്റും? അല്ല, ഞാൻ പറയാം, എന്റെ ഒരു കൂട്ടുകാരനാണല്ലോ അനുഭവം ഉണ്ടായത്. ഇനി എന്റെ കൂട്ടുകാരോടൊക്കെ ചോദിക്കട്ടെ, സവാദിനെ പോ താലിൽ അടുത്ത് വന്നിരുന്ന് പിടിച്ചപ്പോൾ നിനക്ക് എന്ത് തോന്നി? കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണത്തില്ലേ? എങ്ങനെ പറയാൻ പറ്റുന്നത്? എന്ന് വെച്ചാൽ അവൻ അത്രയും ദിവസം കയറിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ബോയ്സ് കംപ്ലൈന്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണോ നല്ലത്? ബോയ്സ് കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ബോയ്സിനെ റേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ ബോയ്സിന് ഇതൊരു പ്രശ്നമല്ലെന്ന്. നേരെ തിരിച്ച ഇവിടെ ഈ സ്ത്രീകൾക്ക് കാണുന്ന കുറെ പേരില്ലേ, അതായത് ഇവര് ഈ ബോയ്സിന് തന്നെ ബോയ്സ് ടച്ച് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം. അത് അവരുടെ ഓറിയന്റേഷൻ അങ്ങനെ ആണെങ്കിൽ പ്രശ്നമാണ്. ഇപ്പൊ അതേസമയം ഒരു ഗേ ആയിട്ടുള്ള ഒരാളെയാണ് ഒരാണ് വന്ന് ടച്ച് ചെയ്യുന്ന ആൾ മിണ്ടത്തില്ല, അയാൾക്കത് ഇഷ്ടമാ. ഇപ്പൊ പെണ്ണ് വന്ന് ഈ ആണുങ്ങളുടെ ദേഹത്തെ ഏത് പെണ്ണ് എവിടെ ചെന്ന് പിടിച്ചാലും ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഇല്ല, ഞാൻ കേട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു വാർത്ത കേട്ടോ. ഇല്ല, കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് അനുഭവം ഉള്ളിടത്ത് ഇങ്ങനെ തൊട്ടതും പിടിച്ചായിട്ടുള്ളവരും മുട്ടി ഇരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് പോയെന്നാ കേട്ടെ. പിന്നെ ചിലർ നമ്പർ മേടിച്ച് പിന്നെ അവർ തമ്മിൽ കമ്പനി ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആണുങ്ങൾ പെണ്ണുങ്ങളെ പിടിക്കാൻ പ്രശ്നമാണ്. അതാ ഇതുവരെ കണ്ടേക്കുന്നത്. മറ്റേത് പിടിച്ചതാരും പുറത്ത് പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ പെമ്പിള്ളേർ എല്ലാവരും പറയത്തില്ല. ചിലർ പേടിച്ച് പറയാത്തവരുണ്ട്. അവരുടെ ഈ പറഞ്ഞ മാനപ്രശ്നം, അഭിമാന പ്രശ്നമുള്ളവരുണ്ട്. പക്ഷെ ചിലരപ്പോൾ 100% ഉറപ്പായത് എൻജോയ് ചെയ്യുന്ന പെണ്ണുങ്ങളും കാണും. അല്ലേ, അവന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാ ഈ 6 മാസത്തിനിടയിലെല്ലാം ഞാൻ കണ്ടെന്നും സവാദ് എഴുന്നേറ്റ് പോയതൊരു പെണ്ണുങ്ങളുടെ ഇടയെന്നാ. അവരാരും അനങ്ങിയിട്ടില്ല. അപ്പൊ അവൻ അവിടെ അനങ്ങാതിരിക്കുന്നതാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. അവൻ കേറിയിട്ടുണ്ട്, അവൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. അവൻ നോക്കി കണ്ടോ കേറുന്നതും. അവനിപ്പോ ഒരാളെ ഇപ്പൊ സ്റ്റാൻഡിൽ പിടിക്കാൻ വേണ്ടി മാത്രമാണോ ബസ്സിൽ കയറുന്നത്? അല്ല, എന്ത് കാര്യം അവൻ കയറണ്ടേ? അവന് യാത്ര ചെയ്യാൻ കയറിക്കൂടെ? അവൻ എങ്ങോട്ട് യാത്ര ചെയ്യുന്നത്? അവൻ അങ്ങനെയുള്ള അസുഖമുള്ളവർ ഇതിനു വേണ്ടി മാത്രം. അത് ഞാൻ പറയട്ടെ എങ്ങനെയാന്ന്. കണങ്കാവൽ സിനിമ കണ്ടില്ലേ? അതിനകത്ത് മമ്മൂട്ടി ഇങ്ങനെ നോക്കി നടന്ന് പിടിക്കുമല്ലേ, പിടിക്കുന്ന പോലത്തെ കാണിച്ചില്ലേ പലരെയും. അതെങ്ങനെയാ? വിവാഹമോചിതര്, അല്ലെങ്കിൽ വിഡോസ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ, അങ്ങനെയൊക്കെ ഡിവോഴ്സ് ചെയ്തവര്, അങ്ങനെയുള്ളവര് ടാർഗറ്റ് ഉണ്ടല്ലോ. അതിനകത്ത് പിന്നെയും ഇങ്ങനെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അറിയണം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പുള്ളി ഇടപെടുന്നത്. ഈ സൈക്കോൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ നല്ലപോലെ അവരിത് മാത്രമേ അവർക്ക് ചിന്ത കാണത്തുള്ളൂ. അവർ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. ആഹാരമൊന്നും അവർക്ക് വിഷയമായിരിക്കത്തില്ല. അവരുടെ ചുറ്റുപാടൊന്നും അവർ കാണത്തില്ല. തട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല. ഇങ്ങനെ ചുറ്റുവെള്ളമൊന്നും കാണത്തില്ലെന്ന് ഏത് സിനിമയ്ക്കകത്ത് നിവിൻ പോളി പറഞ്ഞില്ല. അതുപോലത്തെ അവസ്ഥയാണ്. അത് അവനെന്താ മാനസിക രോഗിയായിട്ടുള്ളൊരു ക്യാരക്ടറെ അവതരിപ്പിക്കുന്നുണ്ടാണ് കാണിക്കുന്നത്. ഈ തട്ട ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല സാറേ എന്ന് പറയുന്നത് എന്താ അസുഖം എന്ന് പറഞ്ഞ പോലെ. ഇത് ഇവന്മാർക്ക് എങ്ങനെയാണെന്നറിയോ? ഇവർ ആ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്കെച്ച് ചെയ്യും. അവരിങ്ങനെ നോക്കും ഇതിനകത്ത് ഏതാ, എങ്ങനെ കുഴപ്പമുള്ളവരാണോ. അതിനകത്ത് ഇപ്പം നമുക്കിപ്പോൾ ഒരു ബോൾഡായിട്ടുള്ള ലേഡിയെ പോലെ തോന്നുവാന്ന് വിചാരിക്കുക. അവരെ കണ്ട ഇവന്മാർ അടുത്തിരിക്കത്തില്ല. ഇവൻ കൃത്യമായിട്ടിരിക്കുക. എല്ലായ്പ്പോഴും കയറി പിടിക്കണമെന്നില്ല. പക്ഷെ ഇവൻ ടാർഗറ്റ് ചെയ്തേക്കുന്ന ആളെ തെറ്റിപ്പോകുന്ന ഇടയ്ക്ക്. ഇവനൊരു 4 എണ്ണം ചിലപ്പോൾ കൂളായിട്ട് നടക്കും. പേടിച്ചിരിക്കുന്നവരോ അങ്ങനെ മിണ്ടാത്തവരോ അങ്ങനത്തെ സാധുക്കളായ പെണ്ണുങ്ങളെ കണ്ടറിയാം. അപ്പൊ അവരെ ചെന്നായിരിക്കും ഇവൻ ചെറുതായിട്ടൊക്കെ കാണിച്ചാൽ അവർ പേടിച്ചിറങ്ങി പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവനത് സന്തോഷമതാ. അവൻ ഹാപ്പി, അവൻ ഓർഗാസം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് അവൻ അടുത്തത് വരും. പക്ഷെ ഇടയ്ക്ക് ഇവർക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ ഇവർ തെറ്റിപ്പിടിക്കും. കുറച്ച് ഹൈ റിസ്ക് എടുക്കാന്ന് വിചാരിക്കും. അപ്പോഴാണ് മസ്താനിയുടെ അടുത്ത് പെടുന്നത്. മനസ്സിലായി? അത് ഇനി അടുത്ത ഒരാൾ വരും ഇതേപോലെ ഇച്ചിരി ബോൾഡായിട്ട് തന്നെ ഇരിക്കുന്നതിനെ പിടിക്കാൻ ഇവർക്ക് ടെൻഡൻസി കൂടും. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഒതുങ്ങും. അപ്പോൾ പിന്നെ ഇവന്മാർ ആദ്യം കുറച്ച് ദിവസം ഇറങ്ങത്തില്ല. പിന്നെ ഇവർ പറഞ്ഞ പോലെ സോഫ്റ്റ് ടാർഗറ്റ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ പിടിച്ചിട്ട് നടക്കുമായിരിക്കും. അല്ലാതെ ഇവർ നിർത്തത്തില്ല. അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും ഈ പെണ്ണുങ്ങൾ പലരും പറയാത്തവരുണ്ട്. പറയാത്തവരും തന്നെ പേടിച്ചിട്ട് പറയാത്തവർ മാത്രമല്ല, ഇത് ഇങ്ങനെ കിട്ടിയാൽ ഓക്കെ, ആ നേരം കൊണ്ട് അത്രയും നേരത്തെ ഇതേ ഉള്ളൂ, ശല്യമില്ല, അത് എടുത്തിട്ട് പോകുന്നവരും കാണും.
സെക്സ് ഒക്കെ അങ്ങനെയൊക്കെ എടുക്കാമല്ലോ, ടെമ്പററി ആയിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിലും ആർക്കും എടുക്കാം. അത് ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആണെങ്കിൽ ആ ബസ്സിലൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നവർ ചിലർ ഇത് എടുക്കുന്ന എൻജോയ് ചെയ്യുന്നവരുണ്ടാവും. ഒരു സംശയമില്ല, എല്ലാം ഇതെല്ലാം കൂടെ നടക്കുന്നൊന്നുമില്ല. ഓക്കെ. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു ജാസിയുടെ ഇഷ്യൂ. അത് കണ്ടിട്ടുണ്ടായിരുന്നു. ജാസി എന്തോ തുണി നോക്കി കാണിച്ചെന്നൊക്കെ ആരെയാ? ഹെലനോസ് പാട്ടെ. അല്ലാതെ എങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കും ഹെലനെ? ഹെലൻ എങ്ങനെ മനസ്സിലാവും? അല്ല, ജാസി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസി പ്രഗ്നന്റ് ആണെന്ന്. അതായിക്കോട്ടെ, ആണാണോ പെണ്ണാണോ എന്നുള്ള പ്രശ്നമല്ലേ? അല്ല, അതെങ്ങനെ പ്രഗ്നന്റ്? ഓക്കെ, തുണി നോക്കി കാണിച്ചിട്ടാണോ? പിന്നില്ല, എങ്ങനെ മനസ്സിലാക്കും? വയറ് കാണിച്ചാൽ മനസ്സിലായി കാണത്തില്ല ഹെലന്. അത് കാരണം പബ്ലിക്കലി വീഡിയോ കോൾ ചെയ്തിട്ട് തുണി നോക്കി കാണിക്കണം. അല്ല, എങ്ങനെ ജെൻഡർ തിരിച്ചറിയാം? നമ്മൾ ഈ കൊച്ചുങ്ങളൊക്കെ ജെൻഡർ എങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്നത്? പ്രസവിച്ച് കുഞ്ഞിനെ കണ്ടിട്ട് എല്ലാരും പറയാം ഇതാണ് ഇത് പെണ്ണെന്ന് പറയും. അത് എങ്ങനെയാ പറയുന്നത്? ലൈംഗിക അവയവം വെച്ചിട്ടാ പറയുന്നത്. അത് തന്നെ ജാസി ചെയ്തുള്ളൂ. അപ്പൊ ജാസിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ജാസി ചെയ്തതിനകത്ത് തെറ്റൊന്നുമില്ല. ജാസി ഒരു കുഞ്ഞു ആവയെന്ന് വിചാരിക്കും. അല്ല, ജാസിയുടെ മനസ്സത്ര കുഞ്ഞായിരിക്കും. കുഞ്ഞുമാവെ പോലെ ആയിരിക്കും ജാസിക്ക്. അല്ല തന്നെ എന്തോ ഇനിയിപ്പോ വേറെ എന്ത് വഴി? താൻ ഇപ്പൊ കൈ പൊക്കി കാണിച്ചാൽ താൻ ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റൂ? ഇനി മുടി വളർത്തി കണ്ട് പിന്നെ ഈ പുറയുന്ന കണ്ട ഞാൻ ചിലപ്പോ പെണ്ണാന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? അപ്പൊ അവൻ പറയാം ഞാൻ പെണ്ണാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇല്ലല്ലേ ഞാൻ അതല്ല ഞാൻ കാണിച്ചു തരാന്ന് കാണിച്ചു. വളരെ കാഷ്വല്, ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് ജാസി ചെയ്തത്. അല്ലാതെ അതിന് വലിയ മറ്റേ മെഡിക്കലും അല്ലെ ജെൻഡറിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ എടുക്കേണ്ട സമയമൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. ഒരു വീഡിയോ കോൾ ചെയ്താൽ മതി. ഇതേ കിടക്കുന്നു, പ്രൂഫ് ഇരിക്കുന്നു. ഏറ്റവും സിമ്പിളസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ അതായതുകൊണ്ട് ജാസി അത് ഓപ്റ്റ് ചെയ്തായിട്ടേ എനിക്ക് തോന്നുള്ളൂ. അല്ല ഇനി ജാസി പോയി ഭയങ്കര മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റേത് മറിച്ചൊക്കെ എടുത്തോണ്ട് ഇതെന്തോ ഇത് അതിനുള്ളതൊന്നുമില്ല. ഇതാ കറക്റ്റ്, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ജാസിക്ക് ഒപ്പമൊന്നും ഇല്ല. ജാസിക്ക് എന്തിനാ ഒപ്പം? ജാസിക്ക് ആരുടെ ഒപ്പം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസി കണ്ടിട്ട് ഞാൻ ജാസി കണ്ടിട്ടുള്ള ഇത് കണ്ട് നിങ്ങൾ ഹായ് ഹലോ പറഞ്ഞിട്ട് ജാസി അങ്ങനത്തെ ആളൊന്നുമല്ല. ജാസി തന്നെ പറഞ്ഞല്ലോ ഇത് കമ്മ്യൂണിറ്റിയിലൊന്നും വിടുന്ന ആളല്ലെന്നൊക്കെ ഒരു വീഡിയോ കണ്ടു. അയാൾ ഇൻഡിപെൻഡന്റാ, ആള് വേറെ സ്റ്റൈലാ. ആളും അയാളുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. രണ്ടുപേരും അവരുടേതായ ജീവിച്ചു പോകുന്നു. പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ള ഇഷ്യൂല് എന്താ പറയാനുള്ളത്? പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ള ഇനി കുറച്ച് കഴിയുമ്പോൾ ജാസി ആരെങ്കിലും വീഡിയോ കോൾ ചെയ്തു വല്ല വയറോ എല്ലാം കാണിച്ചാൽ ഇല്ല വിശ്വസിക്കണ്ട. അപ്പൊ ജാസി ചെയ്യുന്ന എല്ലാവരും സഹിച്ചു നിൽക്കണം എന്നാണോ? ജാസി എന്ത് ചെയ്തെന്ന്? ജാസി പ്രഗ്നന്റ് ആന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞാൽ താൻ എന്തിനാ സഹിക്കുന്നേ? ചേട്ടൻ ഒരു ബോയ് അല്ലേ, ചേട്ടൻ എങ്ങനെ പ്രഗ്നന്റ് ആണെന്നുള്ളത് പോസിബിൾ ആണ്? തനിക്ക് എന്താ മനസ്സിലാവുന്നത് അതിനകത്തുനിന്ന്? പൊട്ടത്തരം പറയൂ. അവളെ കേറിയില്ല നീ ഗർഭിണി അല്ലാന്ന് നടക്കാൻ എനിക്കെന്നാ ഭ്രാന്തോ? ഞാൻ കണ്ടിട്ട് ഞാനും കണ്ടതാ. ഈ ഹെൽനോസ് പാട്ടൊക്കെ എന്തിന്റെ കേടാ? ഹെൽനോസ് പാട്ട് ആരാ ഇവിടുത്തെ? ജാസി ആരും ആയിക്കോട്ടെ. ഹെൽനോസ് പാട്ട് എന്തിനാണ് ഇവരുടെ ജെൻഡർ അന്വേഷിക്കുകയോ തുണി വെക്കുന്ന കാണാൻ നിൽക്കുകയോ ചെയ്യേണ്ട ഗതികേട് എങ്ങനെ ഉണ്ടായി? ഇത് എന്നെ ഒന്നും ജാസി പൊക്കി കാണിച്ചിട്ടില്ല. ഇവിടെ ഉള്ള എത്രയോ മനുഷ്യരുണ്ട്, ആരെയും പൊക്കി കാണിച്ചില്ല. ഇപ്പൊ ഹെൽനോസ് പാട്ട് ചോദിക്കുമ്പോ അത് കാണിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിച്ചതാ, അത്രേ ഉള്ളൂ. പക്ഷെ കുറെ പേര് ഇതേ പ്രോബ്ലം പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ജാസിയുടെ പ്രഗ്നൻസി ഇഷ്യൂല്. പക്ഷെ അവരേനൊന്നും ജാസി പോയി തുണി പൊക്കി കാണിച്ചിട്ടില്ലല്ലോ. ജാസി ചിലപ്പോ ഇനി കാണിച്ചിട്ടുണ്ടോ നമുക്ക് എത്ര പേരെ കാണിച്ചിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. എന്നാലും ഇപ്പൊ ഹെലനെ എന്തുകൊണ്ട് കാണിക്കുന്ന വെച്ചാൽ ഹെലൻ അതുപോലെ എല്ലാം പറഞ്ഞു കാണാം. അവളതായിരിക്കും. ഞാൻ ഈ ഇഷ്യൂ കണ്ടല്ലാതെ ഈ ഹെലന്റെ ഒരു വീഡിയോ കണ്ട് ഇവിടെ തുണി പോയി കാണിച്ചെന്ന് പറഞ്ഞ സാധനം ഒരു ചെറിയ ക്ലിപ്പ് കണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാനേ പോയില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ല. അതിവിടെ എന്നെ ബാധിക്കത്തില്ല, നമ്മൾ ആരെയും ബാധിക്കാത്തൊരു കാര്യം. ജാസി ഗർഭിണിയാന്ന് പറഞ്ഞത്. അതേസമയം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ശ്വാസം മുട്ടി മരിക്കാൻ നേരത്തെ ഒരു പട്ടാളക്കാരൻ എന്നെ ഉപേക്ഷിച്ചിട്ട് മോഹൻലാലിന്റെ സെൽഫി എടുക്കാൻ പോകുന്ന എന്നെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുക. അല്ലാതെ ഇപ്പൊ ഇവള് ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് എന്നെ ബാധിക്കത്തില്ല. അവള് ഗർഭിണിയാണെങ്കിൽ അവള് ചിലപ്പോൾ പ്രസവിക്കോ കൊച്ചുണ്ടാവോ എന്ത് വേണം ചെയ്തിട്ട്. ഇവിടെ ശാകല പട്ടിയും പൂച്ചയൊക്കെ ഗർഭിണിയാകുന്ന പോലെ ഉള്ളൂ മനുഷ്യൻ ഗർഭിണിയാകുന്നത്. ഇനി ഇതിപ്പോൾ ആണാണ് ഗർഭിണിയാണെന്ന് പറയുന്നതെങ്കിൽ ആണോ ഓക്കെ ആയിക്കോട്ടെ, താൻ ഗർഭിണിയാവൂ, എനിക്കെന്താ, അത്രേ ഞാൻ എടുക്കത്തുള്ളൂ. അങ്ങനത്തെ സാധനം എടുക്കാറില്ല. അത് പിടിക്കാൻ ചെന്നത് ആൾക്കാർക്ക് ചിലപ്പോൾ മറുപടിയായിട്ട് ഇതൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ. അവരത് ചെയ്തതിനകത്ത് എനിക്കൊരു അത്ഭുതം തോന്നില്ല. തുണിമൊക്കെ അല്ലാതെ വേറൊരു വഴിയില്ല. അതുകൊണ്ട് അതിനെ കുഴപ്പമില്ല. പിന്നെ ഗർഭിണിയാന്ന് പറയുന്നത് അത് അവർക്ക് ഇഷ്ടമുള്ളല്ലോ, അവർ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ല, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് ചോദിച്ചു പോകുമ്പോഴാണ് കിട്ടുന്നത്. എന്തിനാ അത് ചോദിക്കാനില്ല? അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അവരെന്തെല്ലാം പറഞ്ഞത്, എന്തോ താത്തേന്നൊക്കെ വിളിക്കും കളിയാക്കിയിട്ട്. എന്ത് കാര്യം അതിന്റെ ആവശ്യം എന്ത് ഇവർക്കൊക്കെ?
അവർക്ക് എന്തുണ്ടായാലും ഇവർക്ക് എന്തോ അവരെന്ത് ഡ്രസ്സ് എടുത്താലോ അവർ അങ്ങനെ പെരുമാറിയാലോ ഇങ്ങനെ പെരുമാറിയാലോ എന്തോ എനിക്കിപ്പോഴും മനസ്സിലായി. ഞാൻ ഇതേപോലത്തെ ഇഷ്യൂസ് പണ്ട് തൊട്ട് കേൾക്കുന്നിടത്തെല്ലാം ഞാൻ ഇതിനെതിരെ പറയത്തുള്ളൂ. കാരണം ആ സെക്ഷുവാലിറ്റിയെ പറ്റി ആൾക്കാർക്ക് അറിയത്തില്ല. ഈ സാധനം ഏത് സമയത്തോ എങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ മാറിയിരിക്കും. ആരുടെയും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരാളെ കണ്ടതുകൊണ്ട് ഇയാൾ ഇന്ന ടൈപ്പ് ആയിരിക്കും, ഇയാളങ്ങ് സ്ട്രെയിറ്റ് ആണോ ബൈ ആണോ ട്രൈ ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരാൾ അറിഞ്ഞു എല്ലാം അവർ വെളിപ്പെടുത്തിയെന്ന് വിചാരിക്കും. വെളിപ്പെടുത്തി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി? അത് പിന്നെയും ഉണ്ട്. ഈ ഓറിയന്റേഷൻ മാറാം, ഏജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു ഹോർമോൺ ഇംബാലൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പല കാരണങ്ങളാൽ ആൾക്കാർക്ക് വേണേൽ എന്ത് വേണേൽ എടുക്കാം. അതിനൊക്കെ അങ്ങനെയാ മനുഷ്യർ. അത് മനസ്സിലാവാതെ അതിനെ കിടന്ന് പീഡിപ്പിക്കാനില്ല അങ്ങാണ്ടാക്കാൻ ചെല്ലുന്ന ഇവനൊക്കെ ആരാ? അപ്പൊ എന്തായാലും തുണി നോക്കി കാണിച്ചത് നന്നായി. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്കോ? എനിക്കെന്താ ഫ്യൂച്ചർ പ്ലാൻ? അയ്യോ, ഫ്യൂച്ചർ പ്ലാൻ മുഖ്യമന്ത്രി ആവും ഞാൻ 2036 കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഏത് പാർട്ടിയിൽ ജയിച്ചിട്ട്? ഞാൻ എന്റെ തന്നെ സ്വന്തം സ്ഥാപനം. അപ്പൊ കേരളത്തിലെ ബാക്കി എല്ലാവരും മണ്ടന്മാരാണ്? ഇല്ലില്ല, അത് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നതിനെ എല്ലാം ഞാൻ പൊളിക്കും. ഇവിടുള്ള സകല കറപ്ഷനും അതുപോലെ തന്നെ ഇവിടുത്തെ മിസ്മാനേജ്മെന്റ്സും അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയേഴ്സും ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടാക്കും. എന്നിട്ട് അത് പ്രസന്റ് ചെയ്തിട്ട് അന്നത്തെ AI ഒന്നും ആയിരിക്കത്തില്ല, അതിലും വലിയ ടെക്നോളജി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് എല്ലാവരെയും കൺവിൻസ് ചെയ്യും. 2036 അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണോ? അല്ല, അതിനെനിക്ക് പ്ലാൻ ഉണ്ട്. അതനുസരിച്ച് ചെയ്താൽ നടക്കും. കാരണം ഇതുവരെ ഞാനൊരു എൻ്റെ ഏജിലോ അല്ലെങ്കിൽ അത് താഴെ മുകളിലോ ഒന്നും ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടില്ല. അത് കറപ്ഷൻ 0 ആക്കാൻ പറ്റുമെന്ന് ആരും പറഞ്ഞില്ല, ട്രാൻസ്പെറൻ്റ് ആക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫണ്ട് മാനേജ്മെന്റ് ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, വിജയ്ക്കൊന്നും വെല്ലുവിളിയില്ല. ഇത് നമ്മളെ ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, ആരെയും വെല്ലുവിളിക്കുകയല്ല. എല്ലാവർക്കും വേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. കറപ്ഷനാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം, അല്ല ഒന്നുമില്ല. അത് ഞാൻ കറക്റ്റ് ചെയ്യാം. എല്ലാ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തരാം. ഈസിയാണ്. ഈ ഒരു 10 പ്രാവശ്യമൊന്നും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തിരങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ആപ്പിൽ താൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് തൻ്റെ എടുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് അവിടെ കാണണം. അതുപോലെ തന്നെ തനിക്ക് എന്ത് ആവശ്യം വന്നാലും ഇവിടെ റിക്വസ്റ്റ് അല്ല, ജസ്റ്റ് ഒരു ഈ സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുന്ന പോലെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എന്നത് വേണം, അത് വേണം, ഇത് വേണം, എനിക്ക് എൻ്റെ വീടിൻ്റെ ഇത് ആധാരം ഒന്ന് റെഡിയാക്കണം, ഇത് വീതിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ദിവസം സർവേക്കാരനോട് വന്ന് വീതിച്ചിട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ സൊമാറ്റോ വരുന്നവരെ കാണാം, നമുക്ക് വരുന്നതൊക്കെ. എന്നിട്ട് ഇത് ഇത്രയാണെന്നെല്ലാം പറഞ്ഞ് റിപ്പോർട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാറും കൊടുക്കും, ടിപ്പ് വേണേൽ ടിപ്പും കൊടുക്കാം. അങ്ങനെയൊക്കെയാ എൻ്റെ. അതായത് ആരും ഗവൺമെന്റിന്റെ അടുത്തോട്ട് ചെല്ലണ്ട, എല്ലാ സർവീസും അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ എല്ലാ പ്രൊജക്റ്റ്, എല്ലാ റോഡ് പണിയും പാലം പണിയും എല്ലാം ട്രാൻസ്പെറൻ്റായിട്ട് ഫണ്ട് ആൻഡ് എല്ലാ പണിയും കാണണം. ഈ CCTV നിങ്ങൾക്ക് തന്നെ ഓഡിറ്റ് ചെയ്യാം, കാണാം, മോണിറ്റർ ചെയ്യാം, എല്ലാം ചെയ്യാം. ഒരു സാധനം എടുത്ത് സ്റ്റക്കാകത്തില്ല. പബ്ലിക് മുഴുവനും ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ അത്, സ്കൂളുകളെല്ലാം ട്രാൻസ്പെറൻ്റ് ആവും. പ്രൈവസി എന്ന സാധനമുണ്ട്, ബാത്റൂമിലൊന്നും കൊണ്ട് ക്യാമറ വെക്കത്തില്ല, ബാക്കി എല്ലായിടത്തും ആവശ്യമുള്ളിടത്തേക്ക് കാണും. പിന്നെ അതീവ സുരക്ഷ വേണ്ട സാധനങ്ങളും പബ്ലിക് ആക്കണ്ട, നമുക്ക് സാധാരണക്കാരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. സിമ്പിളാ, വലിയ പണിയൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ചാരിറ്റി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സൊല്യൂഷനായിട്ടാണ് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വെബ്സൈറ്റ് ഇട്ടു. ഇപ്പം എൻ്റെ ആപ്പ് അടുത്ത ആഴ്ച വരും. എന്ന് വെച്ചാൽ എനിക്കൊരു QR കോഡ്, ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ കിട്ടിയില്ല, അപ്പോൾ തൽക്കാലം QR കോഡ് വെച്ചിട്ട് തുടങ്ങാൻ പോവുക. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ഇപ്പോൾ ചാരിറ്റി തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് നടത്തി, അതിനൊരു ആൾക്കും ഒരു സൊല്യൂഷനില്ല, എല്ലാം കള്ളനെ പിടിക്കാൻ നടക്കുക. ഈ കള്ളനെ പിടുത്തം അല്ല നമ്മുടെ പരിപാടി. ഈ കള്ളത്തരം നടക്കാതിരിക്കാൻ തീർത്ത് തന്നെ കള്ളനില്ല. എങ്ങനെ കള്ളത്തിന് ചെയ്യും? പബ്ലിക്കിന് വിസിബിളായിട്ട് ലോകം മുഴുവൻ കാണുക, കണക്ക് മാനേജ് ചെയ്യുന്നു, കിട്ടിയ കാശെല്ലാം അതുപോലെ കാണിക്കുന്നു, കൊടുത്തതെല്ലാം കാണിക്കുന്നു, ബില്ല് കാണിക്കുന്നു, എങ്ങോട്ട് ട്രാൻസാക്ഷൻ നടത്തി അതെല്ലാം കാണിക്കുന്നു. അത് തനിക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റി കാണുന്നവർ പിടിക്കും. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന അതിലൊന്നുമില്ല, മറയില്ല ഒന്നിനും. ആൾക്കാർക്ക് വസ്ത്രമില്ലെന്ന് വിചാരിക്കുക, എന്ത് പറഞ്ഞാലും എല്ലാവരും അറിയും. തനിക്ക് എടുക്കാൻ പറ്റും, ചിലപ്പോൾ ഈ സാധനം എടുത്തോണ്ട് അവിടെ വരാൻ പറ്റും, അപ്പോൾ നീ 5 പേര് കണ്ടില്ലേ. അതുപോലെ അത്ര സിമ്പിളായി സിസ്റ്റം, കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്ക് ആ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ഇതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് ക്ലിയർ ചെയ്യാം, സകല തട്ടിപ്പ് നിർത്തിയിട്ട് കഴിഞ്ഞു. ഇനിയില്ല തട്ടിപ്പില്ല, തട്ടിപ്പുകാരുണ്ടാവും, പക്ഷെ നമ്മൾ ഈ സ്ഥാനത്ത് തട്ടിപ്പ് നടക്കത്തില്ല. ഈ സിസ്റ്റം ഫോളോ ചെയ്താൽ തട്ടിപ്പില്ലാതെ ചാരിറ്റി ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ അടുത്ത സിസ്റ്റമാണ് മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതെല്ലാം ഞാൻ ട്രാൻസ്പെറൻ്റ് ആക്കും. എൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ, വർക്ക് എക്സ്പീരിയൻസ് അതാ ഗൾഫിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സാധനം ആക്കാൻ അറിയാം.
അതെല്ലാ സാധനം നമ്മൾ വേണ്ട രീതിയിൽ ഇനി ആപ്പാണെങ്കിൽ ആപ്പ്, അടുത്ത എ ആണ് എ, അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതറിയാവുന്നവരെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ അതിൽ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ വരും, അത്രേ ഉള്ളൂ. ഈ കസേരയൊക്കെ താൻ എന്താ മേശരി പണി അറിഞ്ഞിട്ടല്ലോ ഇത് ഇരിക്കുന്നത്, അല്ല മേശരി അല്ലേ പോട്ടെ, എന്താ കാർപ്പൻറ്റർ അറിഞ്ഞിട്ടോ അല്ല അപ്പോൾസറി ചെയ്യാൻ അറിഞ്ഞിട്ടാണ് താൻ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാലേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യാൻ പൈസയൊക്കെ ഉണ്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കസേര പോലെ സാധനം ഞാൻ അവിടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കും, അതങ്ങ് ഓടിക്കോളും, എല്ലാവരും വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യട്ടെ. അതാണ് ഫ്യൂച്ചർ പ്ലാൻ 2036 CM. അത് ഇപ്പോൾ വരുവാ, ഇപ്പോൾ തുടങ്ങാൻ പോവാ, അടുത്ത മാസം തൊട്ട് തുടങ്ങും. എന്നിട്ട് ഞാനിങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് എല്ലാവരും പഠിപ്പിക്കും ഇത് ട്രാൻസ്പെറൻസി എന്താണ്, ട്രാൻസ്പെറൻ്റ് ആയാലേ കാര്യമുള്ളൂ, കറപ്ഷനാണ് ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ, ഇനി ഒരാൾ കേരളത്തിലൊരു സൂപ്പർമാൻ ഉണ്ട്, അത് ഞാനാന്നൊക്കെ പറയും. ഇനി വേറെ ഉടുപ്പൊക്കെ ഇട്ട് നടക്കും ഇതുവഴി, ഒരു ഉടുപ്പൊക്കെ ഇട്ട് കേരളത്തിലടുത്ത് സൂപ്പർമാൻ ആയിട്ട് കാണാം. ചെകുത്താനൊന്നുമല്ല, നമ്മള് ചെകുത്താനൊക്കെ മാറി, ഇനി 36 സൂപ്പർമാൻ. അതെ, ചെകുത്താൻ സൂപ്പർമാൻ. അപ്പൊ അത് പേര് മാറ്റാൻ എളുപ്പമല്ലേ, അങ്ങ് മാറ്റിയിട്ട് പ്രത്യേക പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ ഈ പ്രാവശ്യം ഇലക്ഷന് കൊണ്ട് നോമിനേഷൻ കൊടുക്കണം, ഒരു ട്രയൽ പോലെ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ എല്ലാവിധ ആശംസകളും. എല്ലാം ആദ്യം കൊണ്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോയാലോ. അപ്പൊ 2026 ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കും, 2031 ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കും, 2036 നമ്മൾ നമ്മുടെ പ്രകടന പത്രിക കൊണ്ടുവരും. ആ സാധനത്തിനകത്ത് അറിയാൻ പറ്റും, ഇങ്ങനെ പറയുമൊന്നുമല്ല, ചെയ്ത് കാണിക്കുക, മോഡലേ കാണാം എല്ലാവർക്കും. ഇവിടെ ഇങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പം നടക്കുന്നത് ഇങ്ങനെ. ഞാൻ ഓൾറെഡി ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള പല സുഹൃത്തുക്കളോ അല്ലാതെ ഇത് കേട്ടറിഞ്ഞവരുടെ എല്ലാം അവരുടെ ഈ ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ഇതെനിക്ക് കിട്ടുന്നുണ്ട്, മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചു തരും. ഇതിങ്ങനെയാണ് നടക്കുന്നത്, ഇതിൻ്റെ കറപ്ഷനോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള കറക്റ്റീവ് മെഷർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒത്തിരി പേര് പറയും. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡേറ്റ ഞാൻ കളക്ട് ചെയ്യും. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി ഒരു സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുന്നതോടുകൂടി അത് കഴിഞ്ഞ പ്രശ്നം തീർന്നു. എന്നെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുത്തുമൊന്നും വേണ്ട, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞാൻ അപ്പം ചെയ്യാൻ അവിടെ വരത്തില്ലല്ലോ. അപ്പൊ അത് സിസ്റ്റം മാറി, ഇനി അതിനനുസരിച്ച് അപ്ഗ്രേഡ് ആൾക്കാർ വരട്ടെ, ഇതിൽ മെച്ചപ്പെടുത്താൻ ആൾ വരട്ടെ. അല്ലാതെ ഇവിടെ കിടന്ന് അവനെ പിടിക്കൽ ഇവനെ പിടിക്കലല്ല എൻ്റെ പണി. അവിടെ നേരത്തെ പാലം പൊളിഞ്ഞു കാണും, കുഞ്ഞോട്ട് കുഴപ്പമില്ല, അത് നമ്മൾ നോക്കുന്നില്ല, അത് പണിഞ്ഞവന്മാർ ശരിയല്ല, സമ്മതിച്ചു. പക്ഷെ അടുത്ത പാലം പണിയുമ്പോൾ ഇതായിരിക്കും കാണിക്കാൻ പോകുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കും. ടെൻഡർ തൊട്ട് കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ സകലവിധ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടനവും ആൾക്കാർക്ക് കാണാം. അപ്പോൾ അതാണ് പരിപാടി. ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാണല്ലോ, നിങ്ങൾ ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞ് നടക്കുന്ന കേരളത്തിൽ? ഇങ്ങനെ പ്ലാനുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രി ആവുമെന്നാലും പറഞ്ഞു, കറപ്ഷൻ 0 ആക്കുമെന്നാലും പറഞ്ഞു. ഇല്ല. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകളെ പറ്റിയും അല്ലെങ്കിൽ ഇവിടെ നടന്ന ഈ തട്ടിപ്പ് നിർത്തി എന്ന് പറഞ്ഞു ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ ആളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. 2036 ചേട്ടൻ മുഖ്യമന്ത്രി ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തുടങ്ങുമ്പോ തന്നെ താൻ നോക്കി ചിലരൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ട് ശരിക്കും ഞാൻ മുഖ്യമന്ത്രി ആണെന്ന് ഉറപ്പിച്ചവരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവര് പറഞ്ഞ നിങ്ങളാവണം, ആയേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ ഇത് കൂടും, എല്ലാവരും എന്നോട് നിർബന്ധിക്കും. 2033 എല്ലാരും നിർബന്ധിക്കും. ഇല്ല, ഇനി അതില്ല, തല്ലിക്കൊല്ലലൊന്നും ഇല്ല. ഇനി ഇങ്ങനെ പൊക്കിപ്പറച്ചിലും എടുത്തോണ്ട് നടക്കലും തലേ കയറ്റലും ഒക്കെയാ നാട്ടുകാരോട്. എനിക്കിത് രണ്ടും പറ്റും. ഞാനിപ്പോ ആൾക്കാരെ കൊണ്ട് തെറി പറയിച്ചിട്ടുണ്ടല്ലോ, തിരിച്ചു പറയിക്കാൻ അറിയാന്നുള്ള കാര്യം അതൊന്നും മനസ്സിലാവണ്ടേ. മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അതാ നടക്കാൻ പോകുന്നത് ഇനി. 2025 എന്ന് പറയുന്നത് ഭയങ്കര ഒരു വർഷമാണ്. ഈ വർഷത്തിൽ ഞാൻ ഇങ്ങനെ കുറെ പഠിച്ചിങ്ങനെ ഭയങ്കര ലാസ്റ്റ് വർഷം ഇത് 26 തുടങ്ങി. എനിക്ക് എന്റെ മാറ്റം കണ്ടില്ല നിങ്ങൾ? എന്തോ കാര്യമായിട്ടുള്ള മാറ്റം. അതിനകത്ത് ഫസ്റ്റ് ഇന്റർവ്യൂ താനാ. അപ്പോ ഈ മാറ്റത്തിന്റെ ഒരു എന്താ അതിന് പറയുന്നേ, അലയടിക്കാൻ പോവാ. ഞാൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും പറഞ്ഞു, എല്ലാം പറച്ചിലല്ലോ ഉള്ളത്. ഇങ്ങനെ പറയും, എല്ലാം പറയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ചെയ്ത്താണ്. ഇനി എനിക്ക് വേണം കേരളം, എനിക്ക് വേണം. സുരേഷ് ഗോപിയാ ഈ കേരളം ഞാനിങ്ങനെ എടുക്കുക. എനിക്ക് തൃശ്ശൂരൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ? തൃശ്ശൂർ എടുത്തിട്ട് കണ്ടില്ലേ, അയാൾ ചുമ്മാ കിടന്നുകൊണ്ട് ചുമ്മാ ഞാൻ്റെ കാണിച്ച് രാവിലെ ഇറങ്ങും ഓരോ ഉടുപ്പ് ഇട്ട്, എന്നിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, പിച്ചും പേയും പറയുന്നു, പോകുന്നു. എല്ലാ ദിവസവും ഇത് തന്നെ. രാവിലെ ഒരു ജോലി ചെയ്യുന്നത്. ഇയാൾക്കൊക്കെ എന്ത് ശമ്പളം ഉണ്ടോ ഇതിനൊക്കെ? എല്ലാ ദിവസവും TADA കൊടുത്തു വിട്ടേക്കുവാണ് BJP. രാവിലെ ഇറങ്ങി ഇത്രയും പണിയാണ്. അവരുടെ ജോലിയല്ലേ ചെയ്യുന്നേ. അവിടെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തും.
അത് പുതിയൊരു ജോലിയാ, പക്ഷെ അങ്ങനൊന്നും അല്ല ജോലി ചെയ്യണ്ടേ. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, മുറിക്കാതിരുന്നാൽ മതി. നമുക്ക് ഒരിടത്തും പോകണ്ട. ഞാൻ പറഞ്ഞില്ല, ട്രാൻസ്ഫറിംഗ് പറയുമ്പോൾ എല്ലാം കാണാം. ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടില്ലേ പറയില്ലേ, ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്നില്ല, ഇത് ആ കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ പോകേണ്ട സ്ഥലമല്ല. ഇപ്പൊ ഒരിടത്ത് ഇരിക്കുക വേണ്ടത്. ഇറങ്ങിപ്പോയാൽ സമയം പോയി. നമ്മൾ ഇരിക്കുന്നിടത്ത് കാണണം. ഇതെല്ലാം കാണാൻ പറ്റും, എല്ലായിടത്തും കാണാൻ പറ്റും. എല്ലാ മീറ്റിങ്ങും ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇയാൾ പോകരുത്. അങ്ങനെ പോയിരുന്ന സുരേഷ് ഗോപിക്ക് ഒരു ദിവസം 10 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. 10 മീറ്റിങ്ങിനകത്തുനിന്ന് ഒരു 100,000 പേരുടെ സോൾവ് ചെയ്യാം പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ സിസ്റ്റം. അത് ഫോളോ ചെയ്യാതെ പഴയ കാലത്തൊക്കെ ഇറങ്ങി നടക്കുന്ന പോലെ റോഡിൽ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിനൊക്കെ എന്ത് ബോധമില്ലാത്തതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് അത്ര ബോധമില്ലാത്തതിനായിട്ടാണ് തോന്നുന്നത്. കാരണം അയാൾ ഇരിക്കേണ്ട സ്ഥലത്തിരുന്നാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മുതലെന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയൊന്നും അല്ല ഇത്. അതൊക്കെ ഫാന്റസി. ഇതൊരു 5 വർഷം സമയം തരും. 3 വർഷം മതി എനിക്ക്. 3 വർഷം കൊണ്ട് ഞാൻ സിസ്റ്റം ക്ലിയർ ചെയ്ത് തരും. അല്ല, മുഖ്യമന്ത്രി പുറത്തിറങ്ങി നടക്കാറില്ല, അപ്പൊ അതും അങ്ങനെ തന്നെ. മുഖ്യമന്ത്രി നടക്കണ്ടെന്നേ, ആരും നടക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ ഇപ്പൊ ടെക്നോളജിയാ. ഈ സാധനം ഉള്ളിടത്തോളം കാലം താൻ എവിടെയെങ്കിലും ഇറങ്ങി നടന്നിട്ടാണ് ഇതെല്ലാം അറിഞ്ഞത്. നമ്മളെല്ലാം വാട്സപ്പിൽ കാണുന്നുണ്ട്. ഇവർക്കെന്ത് ഇത് കിട്ടാത്തേ? ഇവനൊന്നും മെസ്സേജ് പോലും അയക്കാൻ ആളില്ലേ? ഇവർക്കൊക്കെ ഒരു മെസ്സേജ് അയപ്പിച്ചാൽ പോരെ, ഓരോ യൂണിറ്റ് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതൊന്ന് പരിഹരിച്ചേക്ക്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു ഫോർവേഡ് ഇതങ്ങ് ശരിയാക്കിയേക്ക്. എനിക്കത് ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക. എന്നോടൊരു പ്രശ്നം പറയുക, ഇങ്ങനെ വിളിച്ചിട്ട് പറയാം, എനിക്കിവിടെ സോഫയിൽ ഒരു 2 കുഷ്യൻ കൂടെ വേണം എന്ന് പറയാം. എനിക്ക് ഒരു കുഷ്യൻ പോരാ, നേരത്തെ താൻ 2 കുഷ്യൻ എടുത്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറയാം, ഒരു കുഷ്യൻ കൂടെ വേണമെന്ന്. ഞാൻ ഗാലറി വിഷനിലോട്ട് ഫോർവേഡ് ചെയ്യും. ആ കൊച്ചിന് ഒരു ഇതൂടെ കൊടുത്തേക്ക്. മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നേ, അപ്പൊ തന്നെ തനിക്ക് ഇത് കിട്ടിയില്ലേ. അതാ പറഞ്ഞേ. അതിനാണ് ഓരോ തലപ്പത്ത് ഓരോരുത്തരും ഞാൻ ഇരുത്തിയേക്കുന്നത്. ഇവിടുത്തെ ഗാലറി മീഡിയയുടെ ഓണർ ആരാന്നൊക്കെ അപ്പൊ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ മുഖ്യമന്ത്രിയല്ലേ, ഞാനിത് അങ്ങോട്ട് അയക്കും, ഫോർവേഡ് ചെയ്യും. കാരണം താനാരാ? താൻ എനിക്ക് വോട്ട് ചെയ്തു, അത് താൻ എനിക്ക് മെസ്സേജ് അയക്കുക, മന്ത്രി എനിക്കിതില്ല, എനിക്കൊരു കുഷ്യനൂടെ വേണം. ഒന്ന് മന്ത്രി ഒരു കുഷ്യനൂടെ കൊടുക്കും. ഉടനെ ഓണർ, അയ്യോ മുഖ്യമന്ത്രി കുഷ്യൻ. അപ്പോൾ തനിക്ക് കൊണ്ട് തന്നെ സിമ്പിളാണ്, കാര്യം കഴിഞ്ഞിടും. അത്രേ ഉള്ളത്. ഭയങ്കര ഈസി ആയിട്ട് എല്ലാം നടത്തണം, എല്ലാവർക്കും ഈസി ആക്കണം. അല്ല ചുമ്മാ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രാവിലെ കഴിഞ്ഞ് ഓഫീസിൽ പോയി നിന്നു സാറേ എന്ന് വിളിക്കണം, അവിടെ നോക്കി നിൽക്കണം. അത് വീണ്ടും അവൻ പറയും നാളെ വാ, വീണ്ടും പോകണം. ഈ പാവപ്പെട്ടവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിലൊക്കെ കയറി നിരങ്ങുമോ? എന്തിന്? ഇവിടെ കൊടുക്കും, അങ്ങോട്ട് തരാം, ഒന്നും പേടിക്കണ്ട, ആരും ഒന്നും അറിയണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ 2036 ചേട്ടൻ എന്തായാലും ഞങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ ഇടയ്ക്ക് വല്ല വണ്ടി ഇടിച്ച് തട്ടിപ്പോയാല് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ആൾക്കാർ ഏറ്റെടുത്താ കൊള്ളാം. ഇല്ല ഇല്ല ഇല്ല, വണ്ടി ഒന്നും ഇടിച്ച് ചത്തിട്ടില്ലേല്, അയ്യോ ചത്തല്ലോ, മരിച്ചിട്ടില്ലേല്. ഓക്കെ, 2036 ചേട്ടനായിരിക്കട്ടെ CM. ഞാൻ ഓൾറെഡി 2 ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാണാം. ബൈ.